സുന്ദരി, ദിലു വിളിച്ചു. എവിടെ അവൾ? അവൻ ചുറ്റും തിരഞ്ഞു. സൈഡ് റൂമിൻ്റെയും പ്രധാന മുറിയുടെയും ബാത്റൂമുകൾ പരിശോധിച്ചു. എവിടെയുമില്ല. ഈ പാതിരാവിൽ ഇവൾ എവിടെ പോയി? പുറത്തേക്കുള്ള വാതിൽ ഉറങ്ങും മുമ്പ് ദിലു ബോൾട്ടിട്ട പടി തന്നെയുണ്ട്. ഒരു പക്ഷേ ടെറസിലാകാൻ പോയി നിൽക്കുന്നുണ്ടാവുമോ? ടെറസിലേക്കുള്ള വാതിൽ സാധാരണ തുറന്നിടുകയാണ് പതിവ്. ദിലു ടെറസിലെ സിറ്റൗട്ടിലും ഗാർഡനിലും തിരഞ്ഞു. ടെറസിൽ നിന്നും താഴേക്ക് പടികളില്ല. അല്ലെങ്കിൽ ചാടണം. പിന്നെ പൊടി പോലും ബാക്കിയിട്ടില്ല. പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് വെളിയിൽ പോയതായി കരുതുക വയ്യ. പെട്ടെന്നാണ് ദിലുവിൻ്റെ ബുദ്ധിയിൽ വെളിച്ചം വന്നത്. അവൻ തിടുക്കത്തിൽ അകത്ത് കടന്നു. നിലത്ത് കുത്തിയിരുന്ന് സ്വന്തം കട്ടിലിനടിയിലേക്ക് നോക്കി. തൻ്റെ ഊഹം എത്ര കൃത്യം! കട്ടിലിനടിയിൽ നഗ്നമായ മാർബിൾ തറയിൽ മുഖം ചേർത്ത് വെച്ച് കമിഴ്ന്നു കിടന്നുറങ്ങുകയാണ് സുന്ദരി. ഒരു കാൽ മടക്കി നെഞ്ചോടൊപ്പം ഉയർത്തി വെച്ചിരിക്കുന്നു. വലത് കൈയിലെ പെരുവിരൽ ചുണ്ടുകൾക്കിടയിലാണ്. ഒരു അനാഥ ശിശുവിനെ പോലെ. ദിലുവിന് വിസ്മയവും സഹതാപവും ഉണ്ടായി, നിറഞ്ഞ വാത്സല്യവും. വിളിച്ചുണർത്തി വീണ്ടും സൈഡ് റൂമിലെ കിടക്കയിലേക്ക് പറഞ്ഞേക്കാൻ മനസ്സ് വന്നില്ല. പാവം, അവൾ സമാധാനമായി തൻ്റെ കട്ടിലിനടിയിൽ ഉറങ്ങിക്കൊള്ളട്ടെ. ദിലു സാവധാനം എഴുന്നേറ്റു. വിളക്ക് അണയ്ക്കാതെ തന്നെ കിടക്കയിൽ വന്നു കിടന്നു. അല്പം കഴിഞ്ഞ് മെല്ലെ തിരിഞ്ഞ് താഴേക്ക് നോക്കി. കൈവിരലുണ്ടുകൊണ്ട് സുന്ദരി അപ്പോഴും ശാന്തമായി ഉറങ്ങുകയാണ്. ഉറങ്ങുമ്പോൾ ആ മുഖം കൂടുതൽ സുന്ദരവും നിഷ്കളങ്കവുമായി കാണപ്പെടുന്നു. പാതി തുറന്നിരിക്കുന്ന കണ്ണുകളിൽ ഏതോ മധുരസ്വപ്നം തങ്ങി നിൽക്കുന്നോ എന്ന് സംശയം. ആ മുഖത്തേക്ക് നോക്കി കിടന്നുകൊണ്ട് ദിലു വളരെ പതുക്കെ പാടി. അനില തരള ഖൂവലയ നയനേന തപതിനസ കിസല്ലയ ശയനനെ. സുന്ദരിയുടെ മുഖത്ത് നേരിയൊരു തുടിപ്പ്. ചുണ്ടുകൾക്കിടയിൽ തിരുകിയിരുന്ന പെരുവിരൽ ഓർന്നോർന്ന് താഴേക്ക് വീണു. ദിലു ഗീതം തുടർന്നു. സഖിയ രമിത വനമാലിന. പൊടുന്നനെ ദിലുവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സുന്ദരിയുടെ ചുണ്ടുകൾ വിറച്ചു വിടർന്നു. സഖിയ രമിത വനമാലിന. ദിലുവിലൊരു കോരിത്തരിപ്പുണ്ടായി. അടുത്ത നിമിഷം അവൻ പാടി. വികസിത സരസിജ ലളിത മുഖേന സ്ഫുടദിന സ മനസ്സിജ വിഷിക്കേന. സുന്ദരിയുടെ കണ്ണുകൾ പൂർണ്ണമായി വിടർന്നു. സഖി. കണ്ണുകൾ തുറന്നിരുന്നില്ലെങ്കിലും അവൾ അപ്പോഴും നിദ്രയിലായിരുന്നു. യാ രമിന വനമാലിന. ഉറക്കത്തിൽ തന്നെ അവൾ എഴുന്നേറ്റിരുന്നു. സുന്ദരി, ദിലു വിളിച്ചു. പിന്നെ അവനും ചാടി എഴുന്നേറ്റു. അവളുടെ മുഖം ഇരു കൈത്തരങ്ങളുമായി എടുത്തു. പാട് പാട്, അവൻ ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും സുന്ദരി ശരിക്കും ഉണർന്നു കഴിഞ്ഞിരുന്നു. കണ്ണുകൾ തിരുമ്മി ഒരു നിമിഷം ദിലുവിനെ അമ്പരപ്പോടെ നോക്കി. പാട്, ദിലു ആവർത്തിച്ചു. അമൃതമധുര മൃദുധര വചനേന ജ്വരദിന സ മലയജ ഭവനേന. സുന്ദരിയുടെ അദ്രങ്ങൾ ചലിച്ചു. സഖിയ രമിത വനമാലിന. ചെങ്കണ്ണനെ വാക്കുകൾ കടമെടുക്കാൻ ദിലുവിന് തോന്നി. ഇവളെൻ്റെ പെണ്ണാണ്, എനിക്ക് വേണ്ടി ജനിച്ചവളാണ്. ഗീതം അവസാനിച്ചതും സുന്ദരി ദയനീയമായി ദിലുവിനെ നോക്കി. സാർ, ഇനിയും ഞാൻ ഈ കട്ടിലിനടിയിൽ കിടന്നോട്ടെ? തനിച്ച മുറിയിൽ കിടക്കാൻ പേടിയായിട്ടാ. എൻ്റെ കട്ടിലിനടിയിൽ കിടക്കുമ്പോൾ നിനക്ക് പേടിയില്ലേ? ഇല്ല എന്നർത്ഥത്തിൽ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അവൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിച്ചു. ശരി, എങ്കിൽ നിനക്ക് എന്നും ഇവിടെ കിടക്കാം. ദിലു എഴുന്നേറ്റ് കിടക്കയിൽ വന്നിരുന്നു. എന്നും? സുന്ദരിയുടെ മുഖത്ത് അത്യാകാംക്ഷ. പെട്ടെന്ന് ദിലു കിടക്കയിലേക്ക് അമർന്നു. പിന്നെ വളരെ പതിഞ്ഞ സ്വരത്തിൽ സുന്ദരിക്ക് മറുപടി നൽകി. എൻ്റെ കല്യാണം കഴിയും വരെ. സുന്ദരിയുടെ മുഖം ഇപ്പോൾ എങ്ങനെയുണ്ടാവുമെന്നറിയാൻ അവന് ആഗ്രഹം തോന്നി. പക്ഷേ തിരിഞ്ഞു നോക്കിയാൽ അവൾ തൻ്റെ മനസ്സ് കണ്ടുപിടിച്ചാലോ? ഇത്ര നേരത്തെ അവൾക്ക് ആശ കൊടുക്കണ്ട. സുന്ദരിയിൽ നിന്നും അനക്കമൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ അവൻ മെല്ലെ മുഖം ചരിച്ചു നോക്കി. കടലിലേക്ക് തുറക്കുന്ന ജനലിനരികിലാണ് അവൾ. പുറത്തേക്ക് കണ്ണും നട്ട്. സുന്ദരിക്ക് ഉറങ്ങണ്ടേ? ദിലു ചോദിച്ചു. അവൾ സാവധാനം തിരിഞ്ഞു നിന്നു. ധാവണി തുമ്പുകൊണ്ട് കണ്ണു തുറച്ചു. അവൾ കരയുകയായിരുന്നോ? ദിലുവിൻ്റെ നെഞ്ചിടിപ്പ് വേഗം വർദ്ധിച്ചു. ഉദയമാകാറായോ സാർ? പൊടുന്നനെ സുന്ദരി ആരാഞ്ഞു. ആ. ദിലു അവളെ ഉറ്റുനോക്കി. ഛേ, അബദ്ധം പിടന്നതുപോലെ സുന്ദരി വിരൽ കളിച്ചു. അപ്പോൾ അവിടെ പുല തീരും വരെ എനിക്കിനി അമ്പലത്തിൽ പോകാൻ പറ്റില്ലെന്ന കാര്യം ഞാൻ മറന്നു. എന്നാലും എൻ്റെ അപ്പ പോയല്ലോ. അറിയാതെ എന്നോണം അവളൊന്ന് തേങ്ങി. എനിക്ക് ആരും ഇല്ലാണ്ടായി. തീരെ ചെറിയൊരു കുട്ടിയുടെ സങ്കടമാണ് അവളിൽ പ്രകടമായത്. സുന്ദരിക്കറിയുമോ? ദിലു അവളോട് ചോദിച്ചു. എനിക്കൊരു പെണ്ണുണ്ട്. സുന്ദരിയിൽ ഒരു ഞെട്ടലുണ്ടായി. അവളുടെ കണ്ണുകൾ ധൃതിയിൽ അടഞ്ഞു തുറന്നു. ഇടത്തിങ്ങിയ ആ പീലുകളിൽ ഈറൻ്റെ തിളക്കം കാണാമായിരുന്നു. എന്നിട്ടും പുഞ്ചിരിക്കാനായിരുന്നു അവളുടെ ശ്രമം. എന്താണ് സാർ അതിൻ്റെ പേര്? നല്ല സുന്ദരമായൊരു പേരാണ്. അപ്പോൾ ഒരുപാട് സുന്ദരിയായിരിക്കുമല്ലോ? തീർച്ചയായും ഒരുപാട് സുന്ദരിയാണ്. ആ രൂപം കണ്ണിൽ കാണുന്നത് പോലെയാണ് ദിലു പറഞ്ഞത്. അത് വരുമ്പോൾ എന്നെ ഈ മുറിയിൽ നിന്നും പറഞ്ഞേക്കും അല്ലേ സാർ? സങ്കടത്തിലാണ് സുന്ദരിയുടെ ചോദ്യം. ദിലു ചിരിച്ചു. അല്ലാതെ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഹോട്ടൽ മുറിയിൽ താമസിപ്പിക്കുന്നത് എങ്ങനെ? ഞങ്ങളപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ സുന്ദരിക്ക് സമ്മതമാണെങ്കിൽ സുന്ദരിയെയും കൊണ്ടുപോകാം. എനിക്ക് സമ്മതമാണ് സാർ. സുന്ദരിയുടെ ശബ്ദം ഇടറി. സാറിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ജാതിമല്ലിയും പൊന്നരളിയും ഇടക്കലർത്തി വെച്ച് നല്ല ഭംഗിയുള്ള മാല ഉണ്ടാക്കി കൊടുക്കും. ഒരുപാട് മുടിയുണ്ടോ സാർ അതിന്? പിന്നില്ലേ,
നീണ്ട ചുരുണ്ട കരിവണ്ടിൻ്റെ നിറമുള്ള മുടി. ഏയ്, കാണാൻ കൊതിയാവുന്നു. ആ മുടിയൊക്കെ ചീക്കി പിന്നുന്ന ജോലി എനിക്കാ. നോക്കിക്കോളൂ. അതിന് കണ്ണിലെഴുതാൻ ഞാൻ കൺമഷി ഉണ്ടാക്കി കൊടുക്കും. കഞ്ഞുണ്ണിയും ബ്രഹ്മിയും ചതച്ച് നീരിൽ തിരിയുണക്കി നെയ്യിൽ മുക്കി കത്തിച്ച് എടുത്താൽ എളുപ്പം കൺമഷി ഉണ്ടാക്കാമത്രേ. ഇപ്പോൾ ദിലുവിൻ്റെ കണ്ണിലാണ് നനവുണ്ടായത്. സുന്ദരിക്ക് എൻ്റെ പെണ്ണിനെ അത്ര ഇഷ്ടാ? അവൾ ശിരസിളക്കി. വലിയ സുന്ദരിയല്ലേ, കണ്ണു തട്ടാതിരിക്കാൻ കനത്തിൽ ഒരു കറുത്ത പൊട്ട് കുത്താമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തേക്കാം. എന്നിട്ട് സുന്ദരി എന്താ കനത്തിൽ പൊട്ടുകുത്താത്തത്? അതിന് എന്നെ കാണാൻ ഒരു ഭംഗിയില്ലല്ലോ. ചെങ്കണ്ണം പോലും ചിലപ്പോൾ എന്നെ കുരങ്ങെന്ന് വിളിക്കും. ആകട്ടെ, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത എൻ്റെ പെണ്ണിനെ സുന്ദരിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ സുന്ദരിക്ക് എന്നെയും ഇഷ്ടമായിരിക്കുമല്ലോ. ദിലു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു നിമിഷം സുന്ദരിയുടെ മുഖം കുനിഞ്ഞു. പെട്ടെന്ന് അവൾ ഇരു കൈകളും കൊണ്ട് മുഖം പുത്തി ഉറക്കെ അങ്ങലടിക്കാൻ തുടങ്ങി. ദിലു വല്ലാതെ പകച്ചുപോയി. പിന്നെ അവൻ സാന്ത്വനിപ്പിക്കാൻ എന്നോണം അവളുടെ കൈ കവർന്നു. ഛേ, എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. എനിക്ക് ഒരു വിരോധവും ഉണ്ടാവില്ല. അല്ലെങ്കിലും എന്നെ അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാനാവില്ലെന്ന് എനിക്കറിയാം. സുന്ദരിക്കറിയുമോ, ഞാൻ എൻ്റെ പെണ്ണായി കരുതുന്നവർക്ക് പോലും എന്നെ ഇഷ്ടമല്ല. പെട്ടെന്ന് പിടിച്ചു നിർത്തപ്പെട്ടതുപോലെ സുന്ദരിയുടെ കരച്ചിൽ നിന്നു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ ദിലുവിനെ നോക്കി. അവൾക്ക് എന്തൊക്കെയോ ഒരുപാട് പറയാനുണ്ടെന്ന് തോന്നും. അത്ര വിമ്മിട്ട മുഖത്ത്. പക്ഷേ ശബ്ദിക്കാൻ വയ്യ. നല്ല കുട്ടി. ദിലു സുന്ദരിയുടെ കയ്യിലെ പിടിവിട്ടു. ബട്ടൺ അമർത്തിയാൽ എന്നതുപോലെ. എത്ര എളുപ്പത്തിൽ സുന്ദരിക്ക് കരയാൻ കഴിയുന്നു. അതേ വേഗത്തിൽ കരച്ചിൽ നിർത്താനും. ദിലു പൊട്ടിച്ചിരിച്ചു. മുഖം നിറയെ സങ്കടമായിരുന്നിട്ടും അത് കേട്ട് സുന്ദരിയുടെ ചുണ്ടിലും ഒരു ചിരി പൊടിച്ചു വന്നു. ആ, ഇനി പറ്റില്ല, ദിലി പറഞ്ഞു. എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ട്. എൻ്റെ ഉറക്കം കളഞ്ഞത് സുന്ദരിയാണ്. അതുകൊണ്ട് എന്നെ ഉറക്കേണ്ട ചുമതലയും സുന്ദരിക്കാണ്. സുന്ദരി അമ്പരന്നു നിൽക്കെ ദിലു കണ്ണുകൾ അടച്ചു കിടന്നു. എനിക്ക് ആ ഗീതം ഒരിക്കൽ കൂടി കേൾക്കണം. അഞ്ഞിലത്തരുള്ള കവലയ നയനേന. അല്പം കഴിഞ്ഞ് ദിലു കണ്ണു തുറന്നു. നോക്കുമ്പോഴും സുന്ദരി നിശ്ചല അതേ നിൽപ്പാണ്. ഓ, എന്നെ സുന്ദരിക്ക് ഇഷ്ടമല്ലെന്ന കാര്യം ഞാൻ മറന്നു. എന്നാലും കടലിൽ ചാടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. കേവലൊരു ഗീതം. പെട്ടെന്ന് ദിലു പിണക്കത്തിൽ കമിഴ്ന്നു കിടന്നു. നിമിഷങ്ങൾ ഇരുന്ന് വീഴുന്നതുപോലെ ദിലുവിന് തോന്നി. ക്രമേണ സുന്ദരിയുടെ നനുത്ത സ്വരം മധുരം പകരുന്ന മഞ്ഞു തുള്ളികളായി ദിലുവിൻ്റെ കാതിൽ വീണു. അനിലത്തരുള്ള കവലയ നയനേന തപതി നസ കിസലയ ശയനേന. ഇടയ്ക്ക് ആ സ്വരം വിതുമ്പുകയും തുളുമ്പുകയും ചെയ്തു. ആ സ്വരമാതിരിയിൽ ദിലു മയങ്ങി. ആ മയക്കം ഒരു സ്വപ്നത്തിലേക്ക് അവനെ നയിച്ചു. അലറിത്തുള്ളുന്ന കടൽ, വിജനമായ ഏറൻ മണലിലൂടെ തിരകളിലേക്ക് ഓടി ഓടി അകലുന്ന സുന്ദരി. ദിലു ഞെട്ടിയുണർന്നു. സ്യൂട്ടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. മുറിയിൽ സുന്ദരിയില്ല. ഇടനാഴിയിലോ ഉദ്യാനത്തിലോ ഇല്ല. ദിലു ഓടി തീരത്തെത്തി. നനഞ്ഞ മണൽപ്പരപ്പ്, അലറിത്തുള്ളുന്ന തിര. തിരയിൽ പുള്ളിപ്പാവാടയുടെ തുമ്പ് ഉലയുന്നു. നീണ്ട മുടിയിഴകൾ ചുറ്റിമറിയുന്നു. അവൾ തന്നെ. സുന്ദരി, ദിലു വിളിച്ചു. കൈവശം ലൈഫ് ബെൽറ്റ് ഇല്ല. എടുത്തുകൊണ്ടുവരാൻ നേരവുമില്ല. തീരം വിജനമായതുകൊണ്ട് സഹായം ആവശ്യപ്പെടാൻ പോലും ആരുമില്ല. ആലോചിച്ച് മെനക്കെടാൻ ദിലുവിന് ക്ഷമയും ഉണ്ടായിരുന്നില്ല. ധരിച്ചിരുന്ന ജേഴ്സിയും ജീൻസും അഴിച്ചെറിഞ്ഞിട്ട് അവൻ തിരയിലേക്ക് കുതിച്ചു ചാടി. പ്രഭാതമായതുകൊണ്ട് തിരകൾ സായനത്തിലേതുപോലെ ശക്തമായിരുന്നില്ല. നീണ്ട മുടിത്തുമ്പിലാണ് ദിലുവിന് ആദ്യം പിടികിട്ടിയത്. അതുമായി തീരത്തേക്ക് നീന്തി. 2 വട്ടം തിരകൾ അവനെ പിന്നോട്ട് തള്ളി. ഒടുവിൽ ഒരുവിധം കരയ്ക്കെത്തി. പക്ഷേ സുന്ദരി ആകെ അവശയായിരുന്നു. അല്പം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവളെ നഷ്ടമാക്കുമായിരുന്നുവെന്ന് ദിലുവിന് തോന്നി. ആ തളർന്ന ശരീരം ചുമലിൽ തലക്കീഴായി കിടത്തിക്കൊണ്ട് അവൻ തീരത്തുകൂടി ഓടി. തീരത്തെ മണലിൽ കിടത്തിക്കൊണ്ട് ആകാവുന്ന പ്രഥമ ശുശ്രൂഷകളും നൽകി. അപ്പോഴേക്കും ഉദയം കാണാനും കടലിൽ കുളിക്കാനും ആളുകളെത്തി. അവരും ദിലുവിന് സഹായം നൽകി. ശ്രാവണഗിരിയിലെ ദിലുവിൻ്റെ സ്യൂട്ടിലെത്തിയപ്പോഴേക്കും സുന്ദരിയുടെ ക്ഷീണം ഏതാണ്ട് മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ദിലുവിൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല. ഒരേ ഒരു ചോദ്യം ദിലു സുന്ദരിയോട് ചോദിച്ചു. സുന്ദരി മുഖം ഉയർത്തിയില്ല. നീ എന്തിനായി കഴിഞ്ഞ രാത്രിയിൽ ഈ സ്യൂട്ടിലേക്ക് കയറി വന്നു? സുന്ദരി അനങ്ങിയില്ല. എന്തിനായി നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു? മൗനമായിരുന്നു അവളുടെ മറുപടി. എൻ്റെ ശിരസിൽ കൊലപാതക കുറ്റം ഏറ്റുവയ്ക്കാനോ? സുന്ദരി അറിയാതെ ഒന്ന് ഞെട്ടി. എന്നിട്ട് മുഖം ഉയർത്തിയില്ല. കഴിഞ്ഞ രാത്രിയിൽ നീ എൻ്റെ സ്യൂട്ടിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അക്കാര്യം ഈ ഹോട്ടലിൽ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുമുണ്ടാകും. ഇന്ന് രാവിലെ നിന്റെ ശവശരീരം തീരത്ത് പൊന്തിയാൽ ജനം എന്നെ വെറുതെ വിടുമോ? പറയ്. ദിലുവിൻ്റെ സ്വരം വിറച്ചു. പെട്ടെന്ന് സുന്ദരി മുഖം പൊത്തി ഉച്ചത്തിൽ ഏങ്ങലടിച്ചു. കരയണ്ട. ഈ മുറുക്കിൽ നിന്ന് നീ കരയുന്നതും എന്നെക്കുറിച്ച് ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനേ ഉപകരിക്കൂ. തെണ്ടി നടക്കുന്നവറ്റുകളോട് മനസ്സലിവ് കാണിച്ചതിനുള്ള ശിക്ഷയാണിത്. നോക്ക്. ദിലു സുന്ദരിയുടെ നേർക്ക് വിരൽ ചൂണ്ടി. നിന്റെ ആ കീറ മാറാപ്പ് നീയുടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അത് എടുത്തുകൊണ്ട് പോകുന്നതിനാണ് നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം മരിച്ചു പോയതുകൊണ്ട് നിനക്ക് തൽക്കാലം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. സാരമില്ല, ഞാൻ കുറേ രൂപ തരാം. അത് വാങ്ങി വേഗം സ്ഥലം വിട്ടോളൂ.
സുന്ദരിയുടെ കണ്ണുകൾ വിടർന്നു. അവയിൽ നിന്നും തുള്ളികൾ ഉരുണ്ടു ചാടി. കണ്ണീരിലൂടെ അവൾ ദിലുവിനെ നോക്കി. ദിലു തെല്ലും ദയ കാണിച്ചില്ല. പിന്നെ ഒരു കാര്യം, ഇനി മേലാൽ എന്നെ തേടി വരരുത്. ഈ ഹോട്ടൽ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. സുന്ദരി ശബ്ദിച്ചില്ല. പക്ഷേ ആ ചുണ്ടുകൾ വിതുമ്പിക്കോടി. കവിളിലൂടെ ചാലുകൾ ഒഴുകി. ദിലു സൂട്ട് കേസ് തുറന്ന് പേഴ്സിൽ നിന്നും കുറച്ച് പണമെടുത്ത് സുന്ദരിയുടെ നേർക്ക് നീട്ടി. വാങ്ങ. ദിലുവിൻ്റെ മൂത്തേക്ക് രൂപയിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് അവൾ നിശ്ചലം നിന്നു. 1-2 നിമിഷം. പിന്നെ കുനിഞ്ഞ് ദിലുവിൻ്റെ കട്ടിൽ ചുവട്ടിൽ നിന്നും സ്വന്തം മാറാപ്പെടുത്ത് നെഞ്ചോട് ചേർത്തു. തുടർന്ന് ധൃതിയിൽ തിരിഞ്ഞ് സ്യൂട്ടിൻ്റെ വാതിൽക്കിലേക്ക് നടന്നു. ഈ രൂപ, ദിലു വിളിച്ചു പറഞ്ഞു. വാതിൽക്കെത്തിയ സുന്ദരി നിന്നു. ആംഗലുകളുടെ അകമ്പടിയോടെ അവളിൽ നിന്നും വാക്കുകൾ പൊടിഞ്ഞു വീണു. പൂവ് വിറ്റാലും ജീവിക്കാമല്ലോ. ചിപ്പിമാല വിറ്റാലും. പട്ടിണി കിടക്കാൻ അപ്പ എന്നെ നന്നായി ശീലിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിനക്ക് ഈ രൂപ വേണ്ടേ? വേണ്ട സാർ. അവസാനമായ ഒരു ചോദ്യം കൂടി. നീ എന്തിനായി കടലിൽ ചാടി പെണ്ണേ? സുന്ദരി സാവധാനം തിരിഞ്ഞു നിന്നു. കവിളിലെ കണ്ണുകൾ വിരൽത്തുമ്പ് കൊണ്ട് വടിച്ചെറിഞ്ഞു. ഇന്നലെ രാത്രിയിൽ സാർ എന്നോട് ചോദിച്ചില്ലേ, കടലിൽ ചാടാനല്ലോ പറഞ്ഞത്, കേവലം ഒരു ഗീതം എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു. രാത്രി മുഴുവൻ ഞാൻ അത് തന്നെ ഓർത്തു. സാറിന് വേണ്ടി കടലിൽ ചാടാനും ചാകാനും പോലും ഞാൻ തയ്യാറാണ്. അത് ഉറപ്പാക്കാനാണ് ഞാൻ അവൾ പൊട്ടി കരഞ്ഞു. ദിലുവിൻ്റെ കണ്ണുകൾ ഈറനായി. അവൻ്റെ ചുണ്ടുകളും വിതുമ്പി. സുന്ദരി, നീ എന്നെ പറഞ്ഞു വിടരുത് സാർ. സുന്ദരി ഓടി വന്ന് ദിലുവിൻ്റെ കാൽക്കൽ വീണു. ഞാൻ സാറിൻ്റെ വീട്ടിൽ വേലക്കാരിയായി നിന്നുകൊള്ളാം. സാറിൻ്റെ പെണ്ണ് വരുമ്പോൾ അതിന് കൺമഷിയും സിന്ദൂരവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. സുന്ദരി, പെട്ടെന്ന് ദിലു കുനിഞ്ഞ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളുടെ ചുണ്ടിൽ വിരൽ തൊട്ട് വിലക്കി. നീ എൻ്റെ വീട്ടിലെ വേലക്കാരിയാകണ്ട. എൻ്റെ വേലക്കാരിയായിക്കോളൂ. സുന്ദരിയിൽ ആനന്ദകരമായൊരു നടുക്കം. എങ്കിലും അവളുടെ കണ്ണുകൾ വീണ്ടും നിറയുകയും തേങ്ങലുകൾ കൂടുതൽ ശക്തമാവുകയുമാണ് ചെയ്തത്. നോക്കൂ സുന്ദരി. തേൻ തുള്ളികൾ പോലെ ദിലുവിൻ്റെ വാക്കുകൾ അവളുടെ കാതിൽ ഏറ്റുവീണു. എൻ്റെ പെണ്ണ് നീയാണ്. നീ ഉണ്ടാക്കുന്ന കൺമഷിയും ചിന്തൂരവും നമുക്ക് സംഗീത ദേവതയ്ക്ക് നീതിക്കാം. നമുക്ക് ഒരുമിച്ച് പാടാം. പാടിപ്പാടി മരിക്കാം. ദിലുവിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഒരുപാട്. നിന്നെ ഞാൻ ഒരിക്കലും പറഞ്ഞു വിടില്ല. ഒരിക്കലും. അപ്പോഴും സുന്ദരിയുടെ ആംഗലുകൾ നിലച്ചില്ല. എന്തിനു സുന്ദരി നീ ഇനിയും കരയുന്നത്? ദിലു ചോദിച്ചു. സന്തോഷം കൊണ്ട്. എനിക്കും ഇഷ്ടമാണ് ഒരുപാട്. സാറിന് വേണ്ടി ചാകാൻ ഒരുങ്ങിയവളല്ലേ ഞാൻ. ദിലുവിൻ്റെ നെഞ്ചിൽ മുഖം വെച്ച് അവളേങ്ങി. എങ്കിൽ നീ എന്നെ സാറെന്ന് വിളിക്കരുത്. നാം ഇപ്പോൾ അന്യരല്ല. നീ എൻ്റേതും ഞാൻ നിൻ്റേതുമാണ്. പിന്നെ ഞാൻ എന്താ വിളിക്കുക? കണ്ണീരിൽ അവളുടെ നാണം തിളങ്ങി. നിനക്ക് എന്നെ എന്തും വിളിക്കാം. സുന്ദരി ദിലുവിൽ നിന്ന് തെന്നിമാറി. പിന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തും? ദിലുവെന്നോ ദിലീപെന്നോ അണ്ണ എന്നോ എന്തും. സാർ മാത്രം വേണ്ട. സുന്ദരിയുടെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി പൊടിഞ്ഞു. ദിലീപ് എന്ന് എനിക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. ഒരു കണ്ടൻ. അവൻ എൻ്റെ ഒപ്പം കിടന്ന ഉറങ്ങുമായിരുന്നത്. അവൻ എന്നെ ജീവനായിരുന്നു. പക്ഷെ ഒരു ദിവസം അവൻ കാട് കയറിപ്പോയി. അതെന്താ? അതങ്ങനെയാണത്രേ. രാക്കമ്മ പറഞ്ഞതാണ്. കണ്ടം പൂച്ച കാട് കയറുമത്രേ. പക്ഷേ ഞാൻ കാട് കയറില്ല. സുന്ദരി നാണിച്ചു പോയി. ഞാനവനെ ദില്ലെന്നാ വിളിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ പേരിന് അങ്ങനെയും ഒരു ചുരുക്കൽ ഉണ്ടാക്കാമോ? എനിക്കതാ ഇഷ്ടം. ഞാൻ ഇനി ഇതിനെ ദില്ലെന്നേ വിളിക്കൂ. ദിലു കണ്ണുരുട്ടി. ഇതോ? ഏത്? സുന്ദരി ദിലുവിൻ്റെ കൈത്തണ്ടയിൽ തൊട്ടു. എന്നെ അതൊന്നും ഒക്കെ വിളിച്ചാൽ എങ്ങനെയാ? ഞാൻ പൂച്ചക്കുട്ടിയല്ലല്ലോ. സുന്ദരി പൊട്ടിച്ചിരിച്ചു പോയി. ആകട്ടെ, ഞാൻ സുന്ദരിയെ എന്താ വിളിക്കുക? സുന്ദരി എന്ന് വിളിച്ച ഒടുവിൽ നീ സുന്ദരിയല്ലാതായാലോ. എങ്കിൽ ദില്ലൻ്റെ ഇഷ്ടം പോലെ വിളിച്ചോളൂ. ശരി, ഞാൻ നിന്നെ സുന്ദു എന്ന് വിളിക്കാം. എൻ്റെ സുന്ദു, എൻ്റെ സുന്ദരിക്കുട്ടി. ദിലു അവളുടെ ചുമലിൽ തുരുതുര അടിച്ചു. നൊന്തുവോ എൻ്റെ സുന്ദരക്കുട്ടിക്ക്? ഇല്ല, സ്നേഹം കൊണ്ടാണ് അടിച്ചത്. ദിലു അവളുടെ ചുമലിൽ തലോടി. പിന്നെ ചോദിച്ചു. ഒരു കാര്യം, ദില്ലൻ എന്ന പൂച്ചക്കുട്ടി സുന്ദരിയോടൊപ്പമാണ് ഉറങ്ങിയിരുന്നതെന്നല്ലേ പറഞ്ഞത്? അതെ. എങ്കിൽ ഇനി മുതൽ ഞാനും. സുന്ദരി ദിലുവിൻ്റെ കൈത്തണ്ടയിൽ നോവും വിധം ഒരു നുള്ളു കൊടുത്തു. നാണില്ലല്ലോ ഇത്രയും വലിയ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഒപ്പം ഉറങ്ങാ? ഓ ശരിയാണല്ലോ. ദിലു ഗൗരവം നടിച്ചു. അതൊരു വലിയ നാണക്കേടാണെന്ന കാര്യം ഞാൻ മറന്നു. നല്ല ആൺകുട്ടികൾ പെണ്ണുങ്ങളുടെ അടുത്ത് ഒരു വികൃതിക്കും വരില്ല. അത് ശരി. അപ്പോൾ അങ്ങനെയും ഉണ്ടല്ലേ പ്രമാണം? ദിലു അത്ഭുതം ഭാവിച്ചു. എങ്കിൽ പിന്നെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ കട്ടിലിനടിയിൽ കിടക്കുന്നതോ? അതെനിക്ക് തനിച്ചു കിടക്കാൻ പേടിയായിട്ടല്ലേ. ഓ ശരി, ദിലു സമ്മതിച്ചു. അപ്പോൾ കയ്യുമ്മേൽ ഇങ്ങനെ പിടിക്കാമോ? സുന്ദരിയുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ദിലു ചോദിച്ചു. അതൊക്കെ ആവാം, നോവിക്കരുതെന്ന് മാത്രം. എങ്കിൽ നമുക്കൊന്ന് പുറത്തു പോകാം. കടപ്പുറത്തും പാറക്കെട്ടിലും സൂര്യക്ഷേത്രത്തിലുമെല്ലാം. സുന്ദരിക്ക് സന്തോഷമായി. സൂര്യക്ഷേത്രത്തിൻ്റെ നടുക്കിലെത്തിയപ്പോൾ ദിലു സുന്ദരിയുടെ കാതിൽ ചോദിച്ചു. സുന്ദുവിന് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? ഈ ദില്ലൻ്റെ ഒരു വികൃതിയായി. സുന്ദരി പാറക്കെട്ടിലൂടെ താഴേക്ക് ഓടി.
പുറകെ ദിലുവും. കടപ്പുറത്തും കുന്നിൻ ചെരുവിലും ആകാശത്തിലും അവർ പുതിയ വർണ്ണങ്ങൾ കണ്ടു. എവിടെയും പൊട്ടിച്ചിരിയുടെ കിലുക്കം. അപ്പം മരിച്ച ദുഃഖം സുന്ദരി മറന്നു. ദില്ലൻ അവളുടെ എല്ലാമായിരുന്നു, ദൈവവും കളിക്കൂട്ടുകാരനും പൂച്ചക്കുട്ടിയുമെല്ലാം. എന്നാൽ അവരെ രണ്ടു കണ്ണുകളിൽ സശ്രദ്ധം പിന്തുടരുന്നുണ്ടായിരുന്നു. ഹോട്ടൽ മാനേജർ സുബ്രഹ്മണ്യത്തിൻ്റെ ചെറിയ കണ്ണുകൾ. അവർക്കിടയിലെ ഓരോ നിമിഷങ്ങളും മിസ്റ്റർ സുബ്രഹ്മണ്യൻ ടെലഫോണിലൂടെ മോഹനവർമ്മയ്ക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. സൂര്യക്ഷേത്രത്തിനപ്പുറം കിഴക്ക് ഉയർന്ന കുന്നുകളായിരുന്നു. അവിടെ നിന്നാണത്രേ രാമായണക്കാലത്ത് ഹനുമാൻ ശ്രീരാമനും സംഘത്തിനു വേണ്ടി ഔഷധങ്ങൾ ശേഖരിച്ചത്. സുന്ദരി പറഞ്ഞ നുണക്കഥയാണ്. ആരാണിതെല്ലാം നിന്നോട് പറഞ്ഞത്? ദിൽ ചോദിച്ചു. രാക്കമ്മ. നീ എപ്പോഴും രാക്കമ്മയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. ആരാണവൾ? അയ്യോ ദില്ല, രാക്കമ്മയെ അവൾ എന്നൊന്നും പറയരുതേ. ഒരുപാട് വയസ്സായ തള്ളയാ. ഓഹോ, എങ്കിൽ അവർ പറയുന്നതെല്ലാം ശരിയായിരിക്കുമല്ലോ. ആ, രാക്കമ്മയ്ക്ക് ജ്ഞാനക്കണ്ണുണ്ടത്രേ. അതിലൂടെ എല്ലാം കാണാം. രാക്കമ്മയ്ക്ക് സൂര്യദേവൻ്റെ വെളിപ്പാടുണ്ടാകാറുണ്ട്. ഇതില്ല. തീരത്തുള്ള എല്ലാവർക്കും രാക്കമ്മയെ വലിയ വിശ്വാസമാണ്. സൂര്യദേവൻ്റെ നടക്കിലുള്ള ഓട്ടുമണികൾ ഒറ്റ ശ്വാസത്തിൽ 101 വട്ടം മുഴക്കിയാൽ ഏതാണിനും പെണ്ണിനും അവർക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്നാണ് രാക്കമ്മ പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് ദിലു കൈയെത്തിച്ച് സുന്ദരിയുടെ ചെവിയിൽ പിടിച്ചു. ഇനിമേലെ എൻ്റെ അടുത്ത് രാക്കമ്മയുടെ ബടായികൾ പറയരുത്. കാത് നൊന്തിട്ടെന്നോണം സുന്ദരി മുഖം ചുളുക്കി. കണ്ണിൽ നീർ പൊടിഞ്ഞു. ദിലു പെട്ടെന്ന് കൈയെടുത്തു. അവർ കുന്ന് കയറുകയായിരുന്നു. കുന്നിൻ്റെ തുഞ്ചത്തെത്തിയപ്പോൾ ദിലു ഞെട്ടിപ്പോയി. അപ്പുറം കുത്തനെയുള്ള ഇറക്കമാണ്. അസൽ ഒരു കൊക്ക. സുന്ദു, ദിലു വിളിച്ചു. ഏതോ കാട്ടുപഴം പൊട്ടിച്ച് രുചി നോക്കി കൊണ്ടുവന്ന സുന്ദരി തിരിഞ്ഞു നോക്കി. ഇങ്ങുവാ. സുന്ദരിയും കൊക്കയുടെ വക്കിലെത്തി. നോക്കിക്കേ, ദിലു പറഞ്ഞു. താഴേക്ക് നോക്കിയതും സുന്ദരി ഭയന്നു പോയി. ഞാൻ നിന്നെ കൊക്കയിലേക്ക് തള്ളിയിടാൻ പോവാ. സുന്ദരി ഭീതിയോടെ ദിലുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നീ എന്ന് കടലിൽ ചാടിയത് എന്നോടുള്ള സ്നേഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നല്ലേ പറഞ്ഞത്? നിന്നെപ്പോലെ തീരത്ത് കഴിയുന്ന ഒരു പെണ്ണിനെ നീന്തലറിയാതെ വരില്ലല്ലോ. അപ്പോൾ നീ എന്ന് എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ? അല്ലാതില്ല, സുന്ദരി ചിണുങ്ങി. എങ്കിൽ നീ ഈ കൊക്കയിൽ ചാടി സ്നേഹം കാണിച്ചതാ. നിന്റെ സ്നേഹം ഞാൻ വിശ്വസിക്കാം. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. സുന്ദരിക്ക് കരച്ചിൽ വന്നു. സ്നേഹമുള്ളിടത്ത് പേടിയില്ല, അത് തീർച്ചയാ. എങ്കിലൊരു കാര്യം ചെയ്യാം. ഞാൻ കണ്ണടച്ച് നിൽക്കാം. ദില്ലൻ എന്നെ തള്ളി കൊക്കയിലേക്ക് എറിഞ്ഞോളൂ. ദില്ലൻ എന്നെ കൊന്നാലും എനിക്കിഷ്ടം. നിശ്ചയം? നിശ്ചയം. സുന്ദരി കണ്ണുകൾ പൂട്ടി നിന്നു, ധ്യാനത്തിലെന്നതുപോലെ. ദിലു പെട്ടെന്ന് ഇരു കൈകൾ നീട്ടി അവളെ തന്നിലേക്ക് വാരി ചേർത്തു. ഒപ്പം കാരെണ്ണയുടെ വാസനയുള്ള മുടിയിൽ തുരുത്തിരെ ഉമ്മവച്ചു. ചീ, സുന്ദരി തെഞ്ഞു മാറി. ഇതിനാണല്ലേ വികൃതിക്കുട്ടി? അവൾ താഴേക്ക് ഓടാൻ തുടങ്ങി. പുറകെ ദിലുവും. താഴെ സൂര്യക്ഷേത്രത്തിൻ്റെ മറവിൽ ഹോട്ടൽ ശ്രാവണഗിരിയുടെ മാനേജർ സുബ്രഹ്മണ്യം അയച്ച ചാരൻ ഒളിഞ്ഞു നിന്നിരുന്നു. അയാളുടെ കൈവശമുണ്ടായിരുന്ന ക്യാമറ കൈക്കോർത്ത് പിടിച്ച് കുന്നിലൂടെ ഓടിയിറങ്ങി വരുന്ന ദിലുവിൻ്റെയും സുന്ദരിയുടെയും ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. ചാരൻ തിരിച്ചെത്തിയതും മിസ്റ്റർ സുബ്രഹ്മണ്യം ദില്ലിയിലെ ദിൽ എന്ന ഹോട്ടലുമായി ടെലിഫോണിലൂടെ ബന്ധപ്പെട്ടു. 7 നിലകളുള്ള ദില്ലിൻ്റെ ഏറ്റവും മുകൾ നിലയിലുള്ള മോഹനവർമ്മയുടെ AC അറയിൽ ടെലിഫോൺ ബെല്ലും മുഴങ്ങി. മോഹനവർമ്മ ദില്ലിൽ എത്തിയിട്ട് ഒരാഴ്ചയേ ആയിരുന്നുള്ളൂ. ടെലിഫോൺ എടുത്തത് മോഹനവർമ്മയുടെ മുഖം വികസിച്ചു. ഓ, മിസ്റ്റർ സുബ്രഹ്മണ്യം. അതെ സാർ. സാർ പറഞ്ഞ പ്രകാരം അവരുടെ ഫോട്ടോഗ്രാഫുകൾ ശേഖരിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അത് അങ്ങയുടെ കൈവശം എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നൽകിയ വാർത്ത ശരി തന്നെയാണ്. ശരിയല്ലാത്തൊരു വാർത്ത, അതും അങ്ങയുടെ മകനെക്കുറിച്ച്, ഞങ്ങൾ നൽകില്ലല്ലോ. ദിലുമോനെ ശ്രാവണഗിരിയിലേക്ക് അയച്ച ഉടൻ സാർ എന്നെ ഫോണിൽ വിളിച്ചറിയിച്ച കാര്യം ഞാൻ സദാ ഓർക്കുന്നു. അതിൻ പ്രകാരം ദിലുവിൻ്റെ എല്ലാ ചലനവും ഞാൻ സസൂക്ഷ്മം പഠിച്ചുകൊണ്ടിരുന്നാണ് ഇരുന്നത്. ഇപ്പോഴും അതെ, എല്ലാ വിവരവും കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം മുതലേ ദിലുമോന് ഹോട്ടൽ നടത്തിപ്പിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ശ്രാവണപുരിയിൽ ഉദയാസ്തമയങ്ങൾ കാണാനെത്തിയ ഒരു ടൂറിസ്റ്റിൻ്റെ മട്ട്. ആ പെണ്ണിനെ കണ്ടതോടെ പിന്നെ അവളായി ദിലുമോൻ്റെ ലോകം. തീരത്തിലൂടെയും കുന്നിൻ ചെരുവിലൂടെയും പെണ്ണിൻ്റെ കൈയും പിടിച്ച് ഓടി നടക്കുന്ന യുവാവ് ഹോട്ടൽ ശ്രാവണഗിരിയുടെ MD ആണെന്ന് ആരെങ്കിലും അറിഞ്ഞാലുള്ള ഷെയും. ഛേ, ഹോട്ടൽ ശ്രാവണഗിരിയുടെ മാത്രമല്ല, ഇന്ത്യയിലെ 9ഓളം പ്രമുഖ ഹോട്ടലുകളുടെ ഉടമയാണവൻ. കൂടാതെ വിദേശത്ത് 2 സ്ഥാപനങ്ങൾ. ഈ നാണക്കേടിൽ നിന്നും എന്നെ രക്ഷിക്കാൻ മിസ്റ്റർ സുബ്രഹ്മണ്യത്തിന് കഴിയില്ലേ? ഇനിയിപ്പോൾ എന്തു ചെയ്യാനാവും സാർ? അവൻ ഇത്തരം എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടുമെന്ന് ആദ്യം മുതലേ എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഞാൻ അവൻ്റെ വിവാഹം നിശ്ചയിച്ചത്. എന്നിട്ടും അവൻ എന്നെ തോൽപ്പിച്ചു. ഇതെങ്ങനെ ആ മഹേഷ് വർമ്മ അറിഞ്ഞാൽ? അദ്ദേഹം ഇതറിയും മുമ്പേ പ്രശ്നം നമുക്ക് പരിഹരിക്കണം സാർ. അവളെ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴി? ഇത്തരം ഉടക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദഗ്ധനായിരുന്ന നമ്മുടെ ചെങ്കണ്ണൻ. ഈ പെണ്ണ് അവൻ്റെ ദൗർബല്യമായിരുന്നു. പോരെങ്കിൽ അവൻ ജയിലിലുമായി.
ഈ പെണ്ണിൻ്റെ അപ്പനെ കൊന്ന കേസിൽ. സത്യത്തിൽ നമ്മുടെ ദിലുമോൻ്റെ നിർബന്ധപ്രകാരം AG അദ്ദേഹം മുൻകൈയെടുത്താണ് ചെങ്കണ്ണനെ അകത്താക്കിയത്. അതല്ലെങ്കിൽ അവനെ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന കാര്യം അങ്ങേക്കറിയാമല്ലോ. അറിയാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ്പോൾ എന്നെ അറിയിച്ചിരുന്നല്ലോ. പിന്നെ എന്താവശ്യത്തിൻ്റെ പേരിലായാലും ദിലുവും AG മഹേഷ് വർമ്മയുമായി ഒരു കണക്ഷൻ ഉണ്ടാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചെങ്കണ്ണൻ അകത്തായതിലുമല്ല എനിക്ക് വിഷമം. ഇത്തരം ഭയങ്കന്മാർ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു ഭീഷണിയായി തീരാനാണ് സാധ്യത. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഭയമുണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അവൻ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തുമോ എന്ന്. ഭാഗ്യത്തിന് അതുണ്ടായില്ല. മതി, ഇത്തരം വിഷയങ്ങളൊന്നും ടെലിഫോണിലൂടെ കൈമാറണ്ട. കൂടാതെ ദിലുവിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതും അവൻ്റെ വിവരങ്ങൾ എന്നെ അറിയിക്കുന്നതും യാതൊരു കാരണവശാലും അവൻ മനസ്സിലാക്കാൻ ഇടവരരുത്. അതേപ്പറ്റി അവന് സംശയം പോലും ഉണ്ടാവരുത്. നാളെ ഞാൻ മദിരാശിയിലെത്തും. നിങ്ങളും അവിടെ എത്തുക. ദിലു തന്നെ നിങ്ങളെ മദിരാശിക്ക് പറഞ്ഞേക്കും. പക്ഷേ നമ്മുടെ കൂടിക്കാഴ്ച മാത്രം നമ്മളല്ലാതെ ആരും അറിയില്ല ഇനിയും നേരിൽ. ഫോൺ ഡിസ്കണക്ട് ആയി കഴിഞ്ഞിരുന്നു. അന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോഴാണ് ദിലുവിന് കാൾ വന്നത്. എന്താ മോനെ, നിനക്ക് അവിടെ സുഖം തന്നെയോ? മോഹനവർമ്മയുടെ സ്വരത്തിൽ പതിവിലേറെ വാത്സല്യം തുറന്നിരുന്നു. കുഴപ്പമില്ല അച്ഛാ, ദിലു പറഞ്ഞു. വെക്കേഷനെ വന്ദന വീട്ടിലെത്തിയിരുന്നതായി കേട്ടു. 10-20 കിലോമീറ്ററുകളുടെ അകലമല്ലേ ഉള്ളൂ നിങ്ങൾക്കിടയിൽ. നീ അവളെ കണ്ടിരുന്നോ അച്ഛാ? ഗുഡ്. എൻ്റെ മോൻ എൻ്റെ ഇഷ്ടപടി പോകുന്നത് എനിക്കെന്ന് അഭിമാനകരമാണ്. എനിക്കുള്ളതെല്ലാം നിനക്കാണ്. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ദിലുവിന് അതൊന്നും കേൾക്കാൻ സുഖം തോന്നിയില്ല. മറ്റൊന്ന്, മദിരാശിയിലെ നമ്മുടെ കണ്ണകിയിൽ എന്തൊക്കെയോ തൊഴിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു. നിനക്ക് അവിടെ വരെ ഒന്ന് പോയിക്കൂടെ? അല്ലെങ്കിൽ മാനേജർ സുബ്രഹ്മണ്യത്തെയെങ്കിലും ഒന്ന് അയക്കൂ. ഹീസ് ക്ലെവർ. ശരി അച്ഛാ. ദെൻ ഗുഡ് നൈറ്റ്. ഫോൺ വച്ച ശേഷം ദിലു തൻ്റെ കാൽച്ചുവട്ടിൽ ഇരുന്നിരുന്ന സുന്ദരിയെ നോക്കി. നിന്റെ അമ്മായിയച്ഛനാണ് വിളിച്ചത് പെണ്ണേ. എന്നെ തിരക്കിയോ? നല്ല സ്റ്റൈലായി. നിന്നെപ്പോലൊരു സാധനം എൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന് അറിഞ്ഞാൽ അച്ഛൻ നമ്മുടെ രണ്ടാളുടെയും തല വീശും. വിശേഷിച്ചു നിന്റെ. സുന്ദരിയുടെ മുഖത്ത് ഭയം പ്രകടമായി. പേടിക്കണ്ട, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. എൻ്റെ കട്ടിൽ കീഴിൽ നീ സുരക്ഷിതയായിരിക്കും. പെട്ടെന്ന് സുന്ദരി അവൻ്റെ പാദത്തിൽ ചുണ്ടമർത്തി. ശരിക്കും നായ്ക്കുട്ടി തന്നെ നീ. ദിലു കണ്ണുരുട്ടി. അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. ഉമ്മ വയ്ക്കേണ്ടത് കാലിലല്ല. ദില്ല, എനിക്ക് ദേഷ്യം വരും കേട്ടോ. സുന്ദരിയുടെ മുഖം കൂർത്തു. ദിലു പൊട്ടിച്ചിരിച്ചു. പിറ്റേന്ന് മദിരാശിയിലെ ഹോട്ടൽ കണ്ണകിയിലെ രഹസ്യറയിൽ മോഹനവർമ്മയും മാനേജർ സുബ്രഹ്മണ്യവും സന്ധിച്ചു. സ്ത്രീഹത്യ പാപം ശിരസിൽ നിന്ന് ഒഴിവാക്കാനാവുമെന്ന് തോന്നുന്നില്ല, മോഹനവർമ്മ പറഞ്ഞു. ആ പെണ്ണിനെ തട്ടിക്കളയാനുള്ള വഴിയെന്തെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാനും അതാണ് ആലോചിക്കുന്നത്. സുബ്രഹ്മണ്യത്തിൻ്റെ മറുപടി. അവളുടെ ഒരു ഒടുക്കത്തെ പ്രണയം. മോഹനവർമ്മ പല്ലു ഞെരിച്ചു. മഹേഷ് വർമ്മയുടെ കാതിൽ അത് എത്തും മുമ്പ് അവളെ ഇല്ലാതാക്കണം. പക്ഷേ അവൾ ഏതു നേരവും ദിലുമോൻ്റെ ഒപ്പമാണല്ലോ. ഉറക്കം പോലും ദിലുമോൻ്റെ സ്യൂട്ടിലാണ്, ദിലുമോൻ്റെ കട്ടിലിനടിയിൽ. അതുപോലും ഞാൻ കണ്ടുപിടിച്ചു. അവളെ ഒന്നും ഒറ്റയ്ക്ക് കിട്ടാതെ എന്ത് ചെയ്യാനാവും? ലോക്കൽ പോലീസിൻ്റെ സഹായത്തോടെ അവളെ റെയ്ഡിൽ പിടിപ്പിക്കണം. പോലീസ് കസ്റ്റഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ ഹോട്ടലിൽ ഒരു റെയ്ഡ് നടന്നാൽ ആർക്കക്കുറവ്? പിടിക്കപ്പെടുന്ന പുരുഷൻ ഹോട്ടലിൻ്റെ MD തന്നെയായാലോ? മറ്റ് ഹോട്ടലുകാരാണെങ്കിൽ ഇതൊരു അവസരമായെടുക്കും. എല്ലാറ്റിനുമുപരി സംഗതി AG മഹേഷ് വർമ്മ അദ്ദേഹത്തിൻ്റെ കാതിലെത്തിയാൽ നമ്മുടെ ഉപജാപങ്ങളൊന്നും പിടികിട്ടിയാൽ ദിലുമോന് വാശിയാകും. എങ്കിലും ഒരു കാര്യം ചെയ്യാം. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് ദിലുവിനെ ഉടനടി വൃന്ദാവനത്തിലെ നമ്മുടെ ഹോട്ടലിൽ മുരളി വരത്തിലേക്ക് മാറ്റാം. ആ പെണ്ണിനെ കൂടെ കൊണ്ടുപോകാനുള്ള സമയം അവന് കൊടുക്കരുത്. പെണ്ണിയുടെ തനിച്ചായാൽ നമ്മുടെ പദ്ധതി വിജയിച്ചു. പെണ്ണിനെ സധൈര്യം ദിലു കൂടെ കൊണ്ടുപോയാലോ? നമുക്ക് തടുക്കാൻ പറ്റില്ലല്ലോ. ദിലു പ്രായപൂർത്തി വന്ന പുരുഷനാണ്. തെരുവിൽ വളർന്നവളായതുകൊണ്ട് പെണ്ണിൻ്റെ പ്രായം അവൾ പറയുന്നത് അനുസരിച്ചായിരിക്കും. സാരമില്ല, അങ്ങനെ അവൻ കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോകട്ടെ. മഹേഷ് വർമ്മയുടെ കൺവേട്ടത്തു നിന്ന് പോകുമല്ലോ. അവളെ ഒഴിവാക്കാനാണെങ്കിലും പറ്റിയ സ്ഥലം വൃന്ദാവനം തന്നെയാണ്. എൻ്റെ ഏറ്റവും വിശ്വസ്തരും സമർത്ഥരുമായ ആളുകളും അവിടെയാണ്. എങ്കിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. സുബ്രഹ്മണ്യൻ തൻ്റെ മുതലാളിയെ അനുകൂലിച്ചു. അപ്പോൾ ദിലുവും സുന്ദരിയും ശ്രാവണപുരിയിലെ സൂര്യക്ഷേത്രത്തിൻ്റെ നടക്കൽ തൂക്കിയ ഓട്ടുമണികളിൽ മത്സരിച്ച് മുഴക്കുകയായിരുന്നു. രാക്കമ്മയുടെ പ്രവചനം പരീക്ഷിക്കാൻ. ഒറ്റശ്വാസത്തിൽ 101 വട്ടം മണി മുഴക്കി തങ്ങളുടെ പ്രേമം സഫലമാക്കാൻ. മണി മുഴക്കുന്ന ഒപ്പം അവർ മനസ്സിൽ എണ്ണിക്കൊണ്ടിരുന്നു. 50 കഴിഞ്ഞപ്പോഴേക്കും ദിലുവും സുന്ദരിക്കും ഒരുപോലെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു തുടങ്ങി. എന്നിട്ടും അവർ ശ്വാസം എടുത്തില്ല. മണി മുഴങ്ങിക്കൊണ്ടേയിരുന്നു. 72, 73, 74. ഇപ്പോൾ നെഞ്ചു പൊട്ടുമെന്ന് ഇരുവർക്കും തോന്നി. പക്ഷേ അവർ വിട്ടുകൊടുത്തില്ല. 87, 88, 98, 99, 100. 100-ാം വട്ടം മണി മുഴങ്ങിയതും 100 എന്ന മനസ്സിൽ പോലും എണ്ണാൻ കഴിയും മുമ്പ് സുന്ദരി കുഴഞ്ഞു താഴെ വീണു. സൂര്യദേവൻ്റെ നടക്കിൽ കിടന്ന് അവൾ പിടയ്ക്കാൻ തുടങ്ങി. ദിലു അവളെ വാരിയെടുത്തു. സുന്ദു. അവൻ വല്ലാതെ പരിഭ്രാന്തനായി. ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം അവളെ നിലത്ത് കിടത്തിയിട്ട് നടക്കിലുള്ള പൈപ്പിനരികിലേക്ക് അവൻ ഓടി. ഒരു കൈക്കുമ്പിൾ വെള്ളം കൊണ്ടുവന്ന സുന്ദരിയുടെ മുഖത്ത് തളിച്ചു. അവൾ തളർച്ചയോടെ മിഴികൾ തുടർന്നു. കിതപ്പും മെല്ലെ മെല്ലെ അടങ്ങി. സുന്ദരി സാവധാനം എഴുന്നേറ്റിരുന്നു. നെഞ്ചു പൊട്ടിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. അവൾ ഇരുകൈകളും നെഞ്ചോട് ചേർത്ത് വെച്ചു.
എന്നാലും ഞാൻ 100 തികച്ചു. അതായിരുന്നു സുന്ദരിയുടെ ആശ്വാസം. അതിനിടയിൽ ശ്വാസം മുട്ടി നീ മരിച്ചു പോയിരുന്നെങ്കിലോ? ദേഷ്യത്തിൽ ദിലു മുഖം വെട്ടിത്തിരിച്ചു. മരിക്കൊന്നുമില്ലാന്നേ. നമ്മളെ അപകടത്തിലാക്കുന്നതൊന്നും രാക്കമ്മ പറഞ്ഞു തരില്ല. പറഞ്ഞു ഒടുവിൽ നീ എന്നെയും രാക്കമ്മയുടെ ഭക്തനാക്കി മാറ്റി. കണ്ടില്ലേ നിന്റെ കിറുക്ക് എന്നെയും ബാധിച്ചിരിക്കുന്നത്. എൻ്റെ ഒപ്പം ഞാനും ഭ്രാന്ത് കാണിക്കാൻ തുടങ്ങി. നമുക്ക് ഒന്നിക്കാനായി സൂര്യദേവൻ്റെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ? നോക്കൂ, എൻ്റെ ദില്ലനോടൊപ്പം ജീവിക്കാൻ വേണ്ടി തീക്കുണ്ടത്തിൽ തപസ് ചെയ്യാനും ഞാൻ തയ്യാറാ. എനിക്ക് ദില്ലനില്ലാതെ പറ്റില്ല. സുന്ദരിയുടെ കണ്ടം ഇടറി. ദിലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ സ്വന്തം നെഞ്ചിലേക്ക് ചായച്ചു കിടത്തി. ആരെങ്കിലും കാണൂട്ടോ? ദില്ല സുന്ദരി ദിലുവിൻ്റെ പിടിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. കാണട്ടെ, എല്ലാവരും കാണട്ടെ. സൂര്യദേവനും ഈ ഭൂമിയും മുഴുവനും കാണട്ടെ. എനിക്ക് നിന്നെ വേണം. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആർക്കു വേണ്ടിയും നിന്നെ ഞാൻ വേണ്ടെന്ന് വയ്ക്കില്ല. എനിക്ക് നീയില്ലാതെ പറ്റില്ല സുണ്ടു. ദിലുവിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് സുന്ദരി വിങ്ങി കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത്? ദിലു ചോദിച്ചു. സന്തോഷം വന്നിട്ട്, വല്ലാതെ സന്തോഷം വന്നിട്ട്. സുന്ദരിയുടെ കരച്ചിൽ ഉച്ചത്തിലായി. ദിലുവിൻ്റെ നെഞ്ചിൽ കിടന്ന് കരയുന്ന സുന്ദരിയുടെ ചിത്രം ഹോട്ടൽ ശ്രാവണഗിരിയുടെ ഏറ്റവും മുകൾ നിലയിൽ നിന്ന് മാനേജർ സുബ്രഹ്മണ്യം തൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ദിലുവിനെയും സുന്ദരിയെയും വേർപിരിക്കുവാനുള്ള മോഹനവർമ്മയുടെ ആദ്യ നീക്കം നടപ്പാകും മുമ്പേ സൂര്യക്ഷേത്രത്തിൻ്റെ നടക്ക് വെച്ച് സൂര്യദേവനെയും പകൽവെട്ടത്തെയും സാക്ഷി നിർത്തി പരസ്പരം പൂമാലകൾ ചാർത്തി അവർ വിവാഹിതരായി കഴിഞ്ഞു. ദിലു തൻ്റെ പേരുകൊത്തിയ മോതിരം സുന്ദരിയുടെ വലതുകൈയിലെ അണിവിരലിൽ അണിയിച്ചു. ഗാന്ധർവ, ഇതിന് അതാണ് പേര്, ദിലു സുന്ദരിയെ അറിയിച്ചു. ദുഷ്യന്ത മന്നൻ ശകുന്തളയെ പരിണയിച്ചത് എങ്ങനെയാണ്? പേരുകൊത്തിയ മോതിരം അണിയിച്ചുകൊണ്ട്. എന്നിട്ട് സരയൂ നദിയിൽ ആ മോതിരം കളഞ്ഞു പോയില്ലേ? സുന്ദരി ചോദിച്ചു. ദിലുവിന് അത്ഭുതം. നിനക്ക് പുരാണമൊക്കെ നല്ല പിടിയാണല്ലോ. അപ്പ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ശകുന്തളയെ ദുഷ്യന്ത മന്നൻ മറന്നു കളഞ്ഞ കഥ കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ദിലു പൊട്ടിച്ചിരിച്ചു. ഇപ്പോഴും നീ കരയുന്ന ലക്ഷണമുണ്ടല്ലോ. ദുഷ്യന്ത മന്നനെ പോലെ ദില്ലൻ എന്നെ മറക്കുമോ? ശകുന്തളയ്ക്ക് പറ്റിയതുപോലെ മോതിരം കളഞ്ഞു പോകാതെ സൂക്ഷിച്ചോ, ദിലു പറഞ്ഞു. ഒരു തേങ്ങയോടെ അവൾ മോതിരത്തിൽ ചുണ്ടമർത്തി. ഞാനിത് എൻ്റെ മരണം വരെ സൂക്ഷിക്കും. ഉറക്കത്തിൽ ഞാൻ ഈ മോതിരം എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് കിടക്കും. എൻ്റെ കട്ടിലിനടിയിൽ കിടന്നല്ലേ സിന്ധുവിൻ്റെ ഉറക്കം? സുന്ദരിയുടെ നന്നെ കണ്ണുകളിൽ നാണം വിടർന്നു. നോക്കൂ. ദിലു വീണ്ടും അവളെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. സൂര്യദേവൻ്റെ സമ്മതത്തോടെ നാം ഇപ്പോൾ വിവാഹിതരായി കഴിഞ്ഞു. ഇനിയും സിന്ധു ഉറങ്ങുന്നത് എന്നോടൊപ്പം എൻ്റെ കിടക്കയിലായിരിക്കണ്ടേ? ദില്ലൻ്റെ അച്ഛൻ്റെ സമ്മതത്തോടെ ഒരു താലി ചാർത്തിയിട്ട് മതി അതൊക്കെ. എൻ്റെ അച്ഛൻ്റെ സമ്മതത്തോടെ താലി ചാർത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ സൂര്യക്ഷേത്രത്തിൽ നിന്നും കൂട്ടമണി മുഴങ്ങി. സൂര്യദേവൻ്റെ ദർശനത്തിനെത്തിയ ഒരു സംഘം സന്ദർശകർ മണി മുഴക്കി തങ്ങളുടെ ആഗമനം സൂര്യദേവനെ അറിയിച്ചതായിരുന്നു. ദിലു പറഞ്ഞത് സത്യമാവും. ക്ഷേത്രത്തിൽ നിന്നും മണി മുഴങ്ങിയത് കേട്ടുവോ? സുന്ദരി അത്ഭുതത്തിൽ ദിലുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ലെങ്കിൽ ഞാൻ സത്യമേ പറയൂ, ദിലു ഊറിച്ചിരിച്ചു. ഞാൻ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മണികൾ മുഴങ്ങുന്നുണ്ടായിരിക്കാം. സുന്ദരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിലു ക്ഷേത്രത്തിൽ നിന്നുള്ള പടിക്കെട്ടുകൾ ഇറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് ശ്രാവണഗിരിയിലെ ഒരു ഹോട്ടൽ ബോയ് പടികൾ ഓടിക്കയറി ദിലുവിൻ്റെ മുന്നിലെത്തി. സാർ, മുതലാളി വന്നിരിക്കുന്നു, അവൻ അറിയിച്ചു. അച്ഛനോ? ദിലുവിന് അമ്പരപ്പുണ്ടായി. ഇത്ര പിടിയെന്ന്? അതെ, ഇപ്പോഴാണ് എത്തിയത്. യാതൊരു മുന്നറിയിപ്പും തന്നിരുന്നില്ല അത്രേ. മാനേജർ സാറാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. മുതലാളി എത്തിയ വിവരം സാറിനെ അറിയിക്കാൻ പറഞ്ഞു. ഒരു കത്തും തന്നിട്ടുണ്ട്. നാലായി മടക്കിയ ഒരു കഷ്ണം കടലാസ് ബോയ് ദിലുവിനെ ഏൽപ്പിച്ചു. ദിലു കടലാസ് നിവർത്തി. ധൃതി പിടിച്ച് എഴുതിയതുപോലെയുള്ള കൈയക്ഷരം. സാറും ആ പെൺകുട്ടിയുമായുള്ള അഫയർ തൽക്കാലം മുതലാളി അറിയാതിരിക്കുന്നതല്ലേ നല്ലത്. അറിഞ്ഞാൽ ഒരു പൊട്ടിത്തെറിയുണ്ടാകുമെന്ന് തീർച്ച. അത് അല്പം കൂടി കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ മുൻകരുതലുകൾ എടുത്ത ശേഷം പോരെ എന്നാണ് എൻ്റെ സംശയം. മാനേജറുടെ സംശയം ശരിയാണെന്ന് ദിലുവിനും തോന്നി. ഇപ്പോൾ അച്ഛനുമായി ഒരു യുദ്ധം പ്രഖ്യാപിക്കാനാവില്ല. അതിന് അല്പം കൂടി കരുതൽ ആവശ്യമാണ്. സാർ, ആ പെൺകുട്ടിയുമായി പെട്ടെന്ന് മുതലാളിയുടെ മുന്നിൽ വന്നപ്പെട്ടാലുള്ള അപകടം ഊഹിക്കാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ മുന്നറിയിപ്പ് തരുന്നത്. ഉചിതം പോലെ ചെയ്യുക. മാനേജറുടെ ഔചിത്യത്തിനും സഹായത്തിനും ദിലു മനസ്സാൽ നന്ദി പറഞ്ഞു. എന്താണ് ദില കത്തിൽ? സുന്ദരി ചോദിച്ചു. എൻ്റെ അച്ഛൻ വന്നിരിക്കുന്നു. സുന്ദരിയുടെ മുഖം വിളറി വെളുത്തു. സിന്ധു പേടിക്കണ്ട, ദിലു അവളുടെ ചുമലിൽ തട്ടി. തൽക്കാലം നീ അച്ഛൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരുന്നാൽ മതി. ഞാൻ അവളുടെ സ്വരം വിറച്ചു. നിനക്ക് കുറച്ച് സമയം തീരത്തെ നിന്റെ പരിചയക്കാരുടെ ആരുടെയെങ്കിലും വീട്ടിൽ പോയി ഇരുന്നോളെ. നീ പല സ്ത്രീകളുടെയും പേരുകൾ പറയാറുണ്ടല്ലോ. എന്നോടിപ്പോൾ അവരെല്ലാം പിണക്കമാണതില്ല. ഞാനൊരു പണക്കാരനെ കറക്കിയെടുത്തു എന്നാണ് അവർ പറയുന്നത്. അതിനായി അപ്പാവെ ഞാൻ കൊലയ്ക്ക് കൊടുത്തു തന്നു. എന്നെ കണ്ടാൽ അവരെല്ലാം ഇപ്പോൾ മുഖം തിരിച്ചു പോകും. എങ്കിൽ നിനക്ക് രാക്കമ്മയുടെ അമ്പലത്തിൽ പോയി ഇരുന്നുകൂടെ? അതിന് രാക്കമ്മയ്ക്ക് അമ്പലമില്ലല്ലോ. അവർ എപ്പോഴും തീരത്തെ പാറയിടുക്കിലാണ് ഉണ്ടാവുക. ചിലപ്പോൾ നോക്കിയാൽ കാണുകയേയില്ല. വല്ലപ്പോഴും പുറത്തു വരും. ഇഷ്ടം തോന്നുന്നവരോട് മാത്രം എന്തെങ്കിലും പറയും. ഉടനെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യേ, സൂര്യക്ഷേത്രത്തിൻ്റെ നടക്കെ പോയി ഇരുന്നോളൂ. കുറച്ച് സമയം മതി. അതിനകം ഞാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാം. പകുതി മനസ്സോടെയാണ് സുന്ദരി സമ്മതിച്ചത്. എങ്കിലും അവൾ നിബന്ധന വെച്ചു. ദില്ലൻ വേഗം വരണം. ഞാൻ സൂര്യക്ഷേത്രത്തിലെ മണികൾ മുഴക്കാൻ തുടങ്ങും. 100 വട്ടം മണി മുഴക്കിയിട്ടും ദില്ലൻ വന്നിരില്ലെങ്കിൽ
ഞാൻ വരും, തീർച്ചയായും വരും. ഉറപ്പിനെന്നോണം ദില്ലു അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചമർത്തി. ശ്രവണഗിരിയുടെ മുകൾ നിലയിലെ സ്യൂട്ടിൽ മോഹനവർമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം സുബ്രഹ്മണ്യവും. മോഹനവർമ്മയുടെ മുഖം നന്നേ കനത്തിരുന്നു. ദിലു മുറിയിൽ കടന്നതും മോഹനവർമ്മ സുബ്രഹ്മണ്യത്തെ നോക്കി. എനിക്ക് ദിലുവുമായി അല്പം സ്വകാര്യം പറയണം. അതോടെ സുബ്രഹ്മണ്യം പുറത്തേക്ക് പോയി. ദിലു അമ്പരപ്പിൽ അച്ഛൻ്റെ മുന്നിൽ നിന്നു. ദിലു ഇരിക്കൂ, മോഹനവർമ്മ ആവശ്യപ്പെട്ടു. അവനിരുന്നു. അച്ഛനെന്താണ് അറിയിക്കാതെ വന്നത്? അത്യാവശ്യമുണ്ടായി. ബോംബെയിലായിരുന്നു ഞാൻ. രാവിലത്തെ ഫ്ലൈറ്റിലാണ് ഇങ്ങോട്ട് പോകുന്നത്. ശ്രാവണപുരി വരെ തനിയെ കാറോടിച്ച് വരികയായിരുന്നു. എന്താണ് വിശേഷം? ദിലുവിൻ്റെ ഉത്കണ്ഠ പെരുകി. സുന്ദരിയുടെ കഥ അച്ഛൻ അറിഞ്ഞിരിക്കുമോ? അതാണോ പറഞ്ഞെത്തിയത്? ഏതായാലും മാനേജർ സുബ്രഹ്മണ്യം തന്നെ ഒറ്റക്കൊടുക്കാൻ വഴിയില്ല. മുന്നറിയിപ്പ് തന്ന് തന്നെ സഹായിച്ച ആളാണല്ലോ. വൃന്ദാവനത്തിലെ നമ്മുടെ മുരളീവരത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. ഇത്ര പെട്ടെന്ന്? മുരളീവരത്തിന് ഒരു അനക്സ് പണിയാൻ തീരുമാനിച്ചിരിക്കുന്നു. പെട്ടെന്നാണ് തീരുമാനം. ബോംബെയിലുള്ള പ്രസിദ്ധനായ സ്വാമി ഹിരൺമയിയെ ഇന്നലെ എനിക്കൊരു പ്രവചനം തന്നു. നാളെ ചൈത്ര പൗർണമിയാണ്. പണി തുടങ്ങാൻ ഏറ്റവും ഉത്തമമായ ദിവസം. തറക്കല്ലിടലും പണിയുടെ തുടക്കവും ഒരുമിച്ച്. കെട്ടിടത്തിൻ്റെ 4-5 മാതൃകകളുണ്ട്. കലാകാരനായ നിന്റെ ഇഷ്ടപ്രകാരം അത് തീരുമാനിക്കാം. ലൊക്കേഷൻ കണ്ടിട്ട് നീ തന്നെ തീരുമാനിക്കൂ. ഇന്ന് രാത്രി നാം ഇവിടുന്ന് പുറപ്പെടുന്നു. അച്ഛൻ രാത്രി തന്നെ പുറപ്പെട്ടോളൂ. ഞാൻ പുറകെ എത്തിയാൽ പോരെ? പോരാ, നിന്നെയും എൻ്റെ ഒപ്പം ഉണ്ടാവണം. അതിന് മാറ്റമില്ല. എൻ്റെ ഇഷ്ടത്തിന് നിന്നാൽ നിൻ്റെ ഏത് ഇഷ്ടത്തിനും വഴങ്ങുന്നവനാണ് ഞാനെന്ന് നിനക്കറിയാമല്ലോ. അതൊരു പ്രലോഭനമായിരുന്നു. ദിലു ശരിക്കും കുഴങ്ങി. അവൻ സുബ്രഹ്മണ്യത്തെ കണ്ട് സങ്കടം പറഞ്ഞു. അച്ഛൻ്റെ വലം കൈയും ചാണക്യനെ പോലെ ബുദ്ധിരാക്ഷസനുമായ സുബ്രഹ്മണ്യത്തിനല്ലാതെ മറ്റാർക്കാണ് തന്നെ സഹായിക്കാൻ കഴിയുക? സാരമില്ലെന്നേ, സുബ്രഹ്മണ്യം അവനെ ആശ്വസിപ്പിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ ഹൃദയത്തിൻ്റെ ഉപദേശമല്ല, ബുദ്ധിയുടെ ഉപദേശമാണ് കേൾക്കേണ്ടത്. കഴിയുന്നിടത്തോളം അച്ഛനെ പിണക്കാതെ നോക്കുക. ആ കുട്ടി മുകൾ നിലയിലെ സാറിൻ്റെ സ്യൂട്ടിൽ താമസിക്കട്ടെ. അല്ലെങ്കിൽ തീരത്തെ വല്ല വീട്ടിലും ഏൽപ്പിക്കാം. എനിക്കറിയാവുന്ന വീടുകളുണ്ട്. അച്ഛൻ ഒരാഴ്ചക്കുള്ളിൽ തിരികെ ബോംബെക്ക് പോകാനാണ് സാധ്യത. ഇപ്പോൾ സാറിന് ഇവിടെ എത്തി കുട്ടിയെയും കുട്ടി വൃന്ദാവനത്തിനും പോകാം. ദിലു മറുപടി പറഞ്ഞില്ല. രാത്രി കൃത്യം 12 മണി. ഹോട്ടലിൻ്റെ ഗാരേജിൽ നിന്നും ദിലു കാർ ഇറക്കി കൊണ്ടുവന്നു. മോഹനവർമ്മ സുബ്രഹ്മണ്യത്തോടൊപ്പം പോർച്ചിൽ യാത്രയ്ക്ക് തയ്യാറായി നിന്നിരുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ മോഹനവർമ്മ സുബ്രഹ്മണ്യത്തെ അറിയിച്ചു. അവൻ തിരിച്ചെത്തുമ്പോഴേക്കും അവൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കരുത്. സുബ്രഹ്മണ്യത്തിന് മാത്രം കേൾക്കാൻ പോകുന്ന ശബ്ദത്തിലാണ് അവസാന വാചകം പറഞ്ഞത്. പിന്നെ പോർച്ചിൻ്റെ പടികൾ ഇറങ്ങി കാറിനടുത്തെത്തി. ദിലു അച്ഛനായി പിൻവാതിൽ തുറന്നു കൊടുത്തു. മോഹനവർമ്മ അകത്ത് കടന്നിരുന്നതും കാർ പുറത്തേക്ക് നീങ്ങി. നിലാവിൽ മുങ്ങിയ രാത്രി. ഹൈവേയിലൂടെ വളരെ സാവധാനം കാർ നീങ്ങിക്കൊണ്ടിരുന്നു. അല്പദൂരം ചെന്നതും ദിലു വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കി. എന്താ എന്താ മോഹനവർമ്മ അമ്പരപ്പോട് ചോദിച്ചു. ഉടൻ ദിലു മുൻസീറ്റിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് മൂടി വെച്ചിരുന്ന വെള്ളിത്തട്ട എടുത്തുയർത്തി അച്ഛൻ്റെ നേർക്ക് നീട്ടി. ചെറുതായി മുറിച്ച ആപ്പിൾ തുണ്ടുകളും ഒരു ചെറിയ മുന്തിരിക്കുലയും 4-5 പൂവൻ പഴവുമായിരുന്നു അതിൽ. മാനേജർ സുബ്രഹ്മണ്യം കൊണ്ടുവന്ന് വച്ചതാണ്, ദിലു അറിയിച്ചു. അത്താഴം കഴിഞ്ഞാൽ അച്ഛന് പഴങ്ങൾ നിർബന്ധമാണെന്ന് പറഞ്ഞു. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദി ഡോക്ടർ എവേ എന്ന് കൂടെ പറയാറുള്ള ആളാണ് മോഹനവർമ്മ. അത്താഴത്തിന് 2 ചപ്പാത്തിയും 1 ഗ്ലാസ് ജ്യൂസും മതി. എന്നാൽ ഉറങ്ങും മുമ്പ് 2-3 കഷ്ണം ആപ്പിളും 1 പൂവൻ പഴവും നിർബന്ധമാണ്. യാത്രാ സമയത്ത് പരിചാരകർ കാറിൽ ചൂടുപാലും പഴങ്ങളും എടുത്തു വയ്ക്കാറുണ്ട്, വിശേഷിച്ചും രാത്രി യാത്രകളിൽ. താങ്ക് യു ദിലു. മോഹനവർമ്മ വെള്ളിത്തട്ടം വാങ്ങി. അതോടെ വണ്ടി വീണ്ടും നീങ്ങി. ഏതാണ്ട് അരമണിക്കൂർ നേരത്തെ യാത്ര. കാർ മനോഹരമായ ഒരു കൊച്ചു വീടിൻ്റെ ഗേറ്റിൽ ചെന്നു നിന്നു. ദിലു മെല്ലെ തിരിഞ്ഞു നോക്കി. അച്ഛൻ നല്ല ഉറക്കമാണ്. പാവം. വെള്ളിത്തട്ടത്തിൽ പഴങ്ങൾ എടുത്തു വെച്ചത് ഈ മകൻ തന്നെയാണെന്ന കാര്യം അച്ഛൻ അറിഞ്ഞിട്ടില്ലല്ലോ. അതിൽ അച്ഛനെ ഉറക്കാനുള്ള വീര്യം കുറഞ്ഞ മരുന്ന് ഇഞ്ചക്ട് ചെയ്തിരുന്ന കാര്യവും. ദിലു ശബ്ദമുണ്ടാക്കാതെ കാറിൻ്റെ മുൻവാതിൽ തുറന്ന് പുറത്തു കടന്നു. നേരെ കാറിൻ്റെ പിന്നിലെത്തി. പാതി തുറന്നു വച്ചിരുന്ന ഡിക്കി മുഴുവനായി തുറന്നു വെച്ചു. ഡിക്കിക്കുള്ളിൽ വിരിച്ച ഷീറ്റിൽ സുന്ദരി ചുരുണ്ട് കിടക്കുകയാണ്. ദിലു അവളെ തട്ടി ഉണർത്തി. കുറേ സമയം ഒരേ രീതിയിൽ ചുരുട്ട് കിടന്നുകൊണ്ടാവണം അവൾക്ക് താനെ എഴുന്നേൽക്കാൻ പ്രയാസം തോന്നി. ദിലു അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ എടുത്തുയർത്തി മെല്ലെ വായുവിൽ ചുഴറ്റി. കൈയും കാലുമൊക്കെ ഒന്ന് നിവരട്ടെ, അവൻ പറഞ്ഞു. ഹോട്ടലിൻ്റെ ഗേറ്റ് കടന്നതോടെ ഞാൻ ഈ അടപ്പ് പകുതിയും ഉയർത്തി വെച്ചതാണ്. പുറകിലൂടെ വരുന്ന വണ്ടിക്കാർ ശ്രദ്ധിക്കുമെന്ന് സംശയം തോന്നിയപ്പോൾ ഞാനിത് മെല്ലെ താഴ്ത്തി വയ്ക്കും. കടലിൽ മുങ്ങിക്കിടന്ന് ശ്വാസം പിടിച്ച് ശീലിച്ചത് ഏതായാലും ഇപ്പോൾ ഉപകരിച്ചു, സുന്ദരി അഭിമാനത്തിൽ വിശദീകരിച്ചു. പതുക്കെ പറ, ദിലു സുന്ദരിയുടെ വായ്പൊത്തി. അച്ഛനെ ഉണർത്തണ്ട. അവൻ അവളുടെ കൈ പിടിച്ച് വീടിൻ്റെ ഗേറ്റിലേക്ക് നടന്നു. ഗേറ്റ് ലോക്ക് ചെയ്തിരുന്നില്ല. അകത്ത് കടന്ന് മുറ്റത്തെത്തിയപ്പോൾ അവർ കണ്ടു, വാതിലും തുറന്നു കിടക്കുകയാണ്. മാത്രമല്ല വാതിൽക്കൽ സുന്ദരിയായ ഒരു വൃദ്ധ അവർക്ക് വേണ്ടി ഒന്നോണം കാത്തു നിന്നിരുന്നു. ടീച്ചർ ഉറങ്ങിയില്ലേ? ദിലു വൃദ്ധയോട് ചോദിച്ചു. ഉറങ്ങുന്നത് എങ്ങനെ? അവർ പുഞ്ചിരിച്ചു. ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നില്ലേ? കാർ വന്ന് നിന്ന ശബ്ദം കേട്ടതാണ് വാതിൽ തുറന്നത്. ടീച്ചർ കാത്തിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ദിലുവും പുഞ്ചിരിച്ചു. പിന്നെ സുന്ദരിക്ക് അവരെ പരിചയപ്പെടുത്തി. നോക്കൂ സുന്ദു, ഇതാണ് ഞാൻ പറഞ്ഞ ശകുന്തള ടീച്ചർ. കുട്ടിക്കാലത്ത് എന്നെ സംഗീതം പഠിപ്പിച്ചത് ടീച്ചറാണ്.
സംഗീതവാസന എന്നിലുണ്ടാക്കിയതും ടീച്ചറാണ്. അന്ന് പട്ടണത്തിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിലായിരുന്നു ടീച്ചർക്ക് ജോലി. ഇപ്പോൾ റിട്ടയർ ചെയ്തു. എങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വിട്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ ടീച്ചറും ഒരു വേലക്കാരിയും മാത്രമേ ഉള്ളൂ. ടെലിഫോൺ ഉള്ളതുകൊണ്ട് എനിക്ക് വൃന്ദാവനത്തിൽ നിന്ന് നീയുമായി നേരിൽ സംസാരിക്കാനും കഴിയും. സുന്ദരി ശകുന്തള ടീച്ചറുടെ നേർക്ക് കൈകൂപ്പി. ടീച്ചർ തിരിച്ചും. വൈകുന്നേരം നിന്റെ ഫോൺ കിട്ടിയ ശേഷം എനിക്ക് വലിയ പരിഭ്രമമായിരുന്നു, ശകുന്തള ടീച്ചർ ദിലുവിനോട് പറഞ്ഞു. എന്നാലും എൻ്റെ ദിലു എൻ്റെ അടുത്തൊരു സഹായം ആവശ്യപ്പെട്ടാൽ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. സുന്ദുവിനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ടീച്ചറുടെ വീടില്ലാതെ മറ്റൊരിടവും ഞാൻ കണ്ടില്ല. ടീച്ചർ എന്ന് വിളിക്കുന്നെങ്കിലും അമ്മയില്ലാത്ത എനിക്ക് ടീച്ചർ എന്ന് അമ്മയായിരുന്നല്ലോ. അതെ ദിലു, ശകുന്തള ടീച്ചറുടെ കണ്ടം ഇടറി. എനിക്ക് നിന്നെ എൻ്റെ സ്വന്തം മകനായിട്ടല്ലാതെ കാണാൻ കഴിയോ? അവിവാഹിതയായ ഈ വൃദ്ധ നീ മുന്നിലെത്തുമ്പോൾ മാത്രമാണ് മോനെ ഒരമ്മയുടെ ആനന്ദം അറിയുന്നത്. ശകുന്തള ടീച്ചർ സാരിത്തുപ്പ് കൊണ്ട് കണ്ണു തുറച്ചു. കേട്ടോ സിന്ധു, ദിലു പെട്ടെന്ന് സുന്ദരിയുടെ നേർക്ക് തിരിഞ്ഞു. നിനക്കിവിടെ സുഖമായി താമസിക്കാം, ആരെയും ഭയക്കാതെ. വൃന്ദാവനത്തിൽ നിന്നും അച്ഛൻ ബോംബെക്ക് പോയാലുടൻ ഞാൻ വിവരം തരാം. ടീച്ചർ നിന്നെ ഫ്ലൈറ്റിൽ വൃന്ദാവനത്തിലേക്ക് എത്തിക്കും. പിന്നീട് ഒരിക്കലും നാം പിരിയുന്ന പ്രശ്നമേ ഇല്ല. സുന്ദരിയുടെ കണ്ണു നിറഞ്ഞു. ദിലു ആ കണ്ണീർ തുടച്ചു. ധൈര്യമായിരിക്കും പെണ്ണേ. ആകട്ടെ, ദിലുവിൻ്റെ അച്ഛനും വണ്ടിയിൽ തന്നെയുണ്ടോ? ശകുന്തള ടീച്ചർ ചോദിച്ചു. ഉറങ്ങിക്കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറക്കിക്കിടത്തിയിരിക്കുകയാണ്. എന്നാലും ഞാൻ അധികം താമസിക്കുന്നില്ല. ഭാഗ്യദോഷത്തിന് ഞാൻ പ്രയോഗിച്ച മരുന്നിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് നഷ്ടമായാലോ? അച്ഛൻ ഉണരും മുമ്പേ ദൂരങ്ങൾ താണ്ടണം. സുന്ദുവിനെ ഞാൻ ടീച്ചറെ ഏൽപ്പിക്കുകയാണ്. വൃന്ദാവനത്തിലെ എൻ്റെ മേൽവിലാസവും ഫോൺ നമ്പറും സകല ആവശ്യങ്ങൾക്കുള്ള പണവും സുന്ദുവിൻ്റെ കൈവശമുണ്ട്. സുന്ദരി, ഇനി നാം വൃന്ദാവനത്തിൽ വെച്ചേ കാണും. പറഞ്ഞത് ദിലു പുറത്തേക്ക് ഓടി. വേഗം ഗേറ്റ് കടന്ന് കാറിൽ കയറി. പിറ്റേന്ന് തന്നെ വൃന്ദാവനത്തിലെ മുരളീധരത്തിൻ്റെ അനക്സിനുള്ള പണി ആരംഭിച്ചു കഴിഞ്ഞു. ദിലു തന്നെയാണ് പ്ലാൻ തിരഞ്ഞെടുത്തതും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിച്ചതും. മോഹനവർമ്മയ്ക്ക് സന്തോഷമായി. ഒരു കണിയിൽ നിന്നും ഊരിപ്പോന്ന ആശ്വാസവും. അന്ന് രാത്രിയിൽ ഉറങ്ങും മുമ്പ് മോഹനവർമ്മ ശ്രാവണഗിരിയുടെ മാനേജർ സുബ്രഹ്മണ്യവുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ആ പെണ്ണ് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടല്ലോ ഇല്ലേ? മോഹനവർമ്മ ചോദിച്ചു. ഇല്ല സാർ, സുബ്രഹ്മണ്യത്തിൻ്റെ സ്വരം പതറി. പുറപ്പെടാൻ നേരം ദിലുമോൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ പെണ്ണിനെ തീരത്തുള്ള വള്ളിയമ്മാൾ എന്ന വൃദ്ധയുടെ കുടിലിലാക്കിയിട്ടുണ്ടെന്നാണ്. നമ്മുടെ ഹോട്ടലിൽ താമസിപ്പിച്ചാൽ മതിയെന്ന് നിർബന്ധിക്കാമായിരുന്നില്ലേ? അങ്ങനെയല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്? ഞാൻ നിർബന്ധിച്ചതാണ് സാർ. അപ്പോൾ ദിലുമോൻ പറഞ്ഞു, ഒരു പെൺകുട്ടിയെ തനിച്ച് ഹോട്ടലിൽ താമസിപ്പിക്കുന്നത് സുരക്ഷിതമല്ലെന്ന്. ഹോട്ടലിനും അത് ചീത്തപ്പേരുണ്ടാക്കുമെന്ന്. കൂടുതൽ നിർബന്ധിച്ചാൽ ദിലുമോന് വല്ല സംശയം തോന്നുമോ എന്ന് കരുതി ഞാൻ സമ്മതിച്ചു. എങ്കിലൊരു കാര്യം ചെയ്യൂ, ഉടനെ തന്നെ അവളെ എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് വള്ളിയമ്മാളുടെ കുടിയിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുക. പക്ഷെ സാർ, സുബ്രഹ്മണ്യത്തിൻ്റെ ശബ്ദം വിറച്ചു. ഇന്ന് രാവിലെ ഞാൻ ചെന്ന് തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് ആ പെണ്ണ് വള്ളിയമ്മാളുടെ കുടിലിൽ എത്തിയിട്ടില്ലെന്ന്. ദിലുമോൻ നമ്മളെ കബളിപ്പിച്ചു. ആ, മോഹനവർമ്മ അലറി. അവന് നിങ്ങളെപ്പറ്റി സംശയം തോന്നിയിട്ടുണ്ട്. തീർച്ച. നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുമെന്ന്, ചതിയിൽപ്പെടുത്തുമെന്ന്. അവൻ അവളെ നമ്മുടെ നോട്ടമെത്താത്ത ഏതോ സ്ഥലത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും തീരത്തു നിന്നും അവളെ മാറ്റി പാർപ്പിക്കാൻ അവന് സമയം കിട്ടിയിട്ടില്ല. തീരം മുഴുവൻ തിരയുക. ഞാൻ ഇവിടെ നിന്നും ബോംബെക്ക് പോയാലുടൻ അവൻ അവളെ തേടി അവിടെ എത്തും. അതിനു മുമ്പേ അവളെന്ന പ്രശ്നം പരിഹരിച്ചേക്കുക. എന്ത് വില കൊടുത്തും. മോഹനവർമ്മ ശബ്ദത്തിൽ ഫോൺ വെച്ചു. പിന്നീട് അയാൾ തൻ്റെ മാനേജറെ വിളിച്ചത് ഒരാഴ്ചയ്ക്ക് ശേഷം ബോംബെക്ക് പോകുന്നതിൻ്റെ തലേ രാത്രിയാണ്. അവളെ കിട്ടിയില്ല സാർ. എവിടെ പോയെന്ന് പോലും അറിയില്ല. കരയും പോലെയാണ് മാനേജർ സുബ്രഹ്മണ്യം പറഞ്ഞത്. അതിവിദഗ്ധമായി അവൻ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. മോഹനവർമ്മയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. പക്ഷേ ഞാനെങ്ങനെ തോറ്റുകൊടുക്കില്ല. ഞാൻ അവൻ്റെ അച്ഛനാണ്. ഞാൻ മോഹനവർമ്മയാണ്. എന്നെ അവനറിയില്ല. എന്നെ തോൽപ്പിക്കാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. സാർ, സുബ്രഹ്മണ്യം കേട്ടോ സുബ്രഹ്മണ്യം, എൻ്റെ മകനെ എന്നെ അറിയില്ലെങ്കിലും അവനെ എനിക്ക് നന്നായി അറിയാം. അവൻ്റെ മനസ്സും ബുദ്ധിയും ഏത് വഴിക്കൊക്കെ സഞ്ചരിക്കുമെന്ന് ഞാൻ സസൂക്ഷ്മം പഠിച്ചു വച്ചിട്ടുണ്ട്. അവൻ ആ പെണ്ണിനെ സുരക്ഷിതമായ ഏതോ താവളത്തിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടം വിട്ട് കഴിഞ്ഞാലുടൻ അവൾ ഇവിടെ എത്തും. നോക്കിക്കോ എൻ്റെ പ്രവചനം എങ്ങനെയുണ്ടെന്ന്. പിറ്റേന്ന് രാവിലെയുള്ള ഫ്ലൈറ്റിന് മോഹനവർമ്മ ബോംബെക്ക് പറന്നു. പുറപ്പെടാൻ നേരം എയർപോർട്ടിൽ വെച്ച് മോഹനവർമ്മ മകനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. വല്ലപ്പോഴുമൊക്കെ നിനക്ക് വന്ദനയുമായി ഫോണിലെങ്കിലും ബന്ധപ്പെട്ടുകൂടെ? കല്യാണത്തിന് മുമ്പ് പരസ്പരം അറിഞ്ഞിരിക്കുന്നതല്ലേ നല്ലത്. ദിലുവിൻ്റെ കള്ളക്കളികൾ അറിഞ്ഞതായി ഭാവിക്കാതെയാണ് മോഹനവർമ്മ ചോദിച്ചത്. അതിന് ഒത്ത മറുപടി തന്നെ ദിലുവും നൽകി. ഒന്ന് വിളിച്ചാലോ എന്ന് ഇടയ്ക്കൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. പക്ഷേ വന്ദന എന്തു വിചാരിക്കുമെന്ന് കരുതിയ. എടാ മിടുക്ക, നീ എന്നെ തോൽപ്പിക്കാൻ തന്നെയാണല്ലോ ശ്രമം. പെട്ടെന്നാണ് മനസ്സിൽ തോന്നിയതെങ്കിലും മോഹനവർമ്മ പറഞ്ഞ മറുപടി മറ്റൊന്നായിരുന്നു. അവൾ എന്തു വിചാരിക്കാൻ? നിങ്ങൾ എൻഗേജ്ഡ് അല്ലേ? ഷീ വിൽ ബി വെരി ഹാപ്പി. മോഹനവർമ്മ ബോംബെക്ക് പോയതിൻ്റെ പിറ്റേ ദിവസം ശകുന്തള ടീച്ചർ സുന്ദരിയെ മുരളീധരത്തിൽ എത്തിച്ചു. ശകുന്തള ടീച്ചറുടെ ട്രെയിനിങ്ങിൽ സുന്ദരി ആകെ മാറിയിരുന്നു. പാവാടയും മുടിപ്പിഞ്ഞലും എല്ലാം പോയി. ശരീരം മൊത്തം മൂടുന്ന ടോപ്പ് മോഡേൺ ഗൗൺ, ഷാമ്പു തേച്ച് കാറ്റിൽ പറത്തിയ മുടി. ദിലു മുരളീധരത്തിൻ്റെ മാനേജർ ഗോകുൽദാസിന് സുന്ദരിയെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? എൻ്റെ പ്രതിശ്രുത വധു.
സുന്ദു. അന്ന് രാത്രി തന്നെ ഗോകുൽദാസിന് ബോംബെയിൽ നിന്നും വീണ്ടും മോഹനവർമ്മയുടെ കാൾ ലഭിച്ചു. ദിലുവിനെ തേടി അവിടെ ഒരു പെൺകുട്ടി വന്നിരുന്നോ? സുന്ദരി. ഉവ്വ് സാർ, അതിസുന്ദരിയായ കുട്ടിയാണ്. പ്രതിശ്രുത വധുവാണെന്ന് പറഞ്ഞു. ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ. അതെ അതെ, അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ശരി സാർ. പിന്നെ ഞാൻ വിളിച്ച് നിർദ്ദേശം തന്ന കാര്യം അവർ അറിയണ്ട. ശരി സാർ. അതോടെ ഫോൺ ഡിസ്കണക്റ്റ് ആയി. അല്പം കഴിഞ്ഞപ്പോൾ ഹോട്ടൽ ശ്രാവണഗിരിയുടെ മാനേജർ സുബ്രഹ്മണ്യത്തിൻ്റെ മുറിയിലും ടെലിഫോൺ ബെൽ മുഴങ്ങി. ഹലോ സാർ, സുബ്രഹ്മണ്യൻ ശബ്ദിച്ചു. ഇതാ അവൾ അവിടെ എത്തിക്കഴിഞ്ഞു, മുരളീവരത്തിൽ. എൻ്റെ മനസ്സമാധാനം കെടുത്താനായി ജനിച്ച ആ പെണ്ണ്. മോഹനവർമ്മയുടെ ശബ്ദം. നേരോ സാർ? സുബ്രഹ്മണ്യത്തിൻ്റെ സ്വരത്തിൽ ആഹ്ലാദം. നേര്, 100% നേര്. എനിക്കറിയാം, എൻ്റെ പ്രവചനം തെറ്റുകയില്ല. പാവം എൻ്റെ തിരുമോൻ. ശ്രാവണപുരിയേക്കാൾ എൻ്റെ പദ്ധതികൾ നടപ്പാക്കാൻ പറ്റിയ സ്ഥലം വൃന്ദാവനമാണെന്ന കാര്യം അവനറിയില്ല. തുടർന്ന് വല്ലാത്തൊരു പൊട്ടിച്ചിരി. വൃന്ദാവനം ശ്രാവണപുരിയേക്കാൾ ഛേദോഹരമായിരുന്നു. കൂടുതൽ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം, ക്ഷേത്രങ്ങളുടെയും ഉദ്യാനങ്ങളുടെയും നഗരം. സുഖശീതളമായ കാലാവസ്ഥ. ഒരു വെള്ളരിയാണ് അരിഞ്ഞാണം പോലെ ആ സ്വപ്ന നഗരത്തെ വലം വയ്ക്കുന്ന യമുനാ നദി. വൃന്ദാവനത്തിലെത്തിയതും ദിലു ഒരു ബൈക്ക് വാങ്ങി. സുനന്ദുവിനെയും കൊണ്ട് നഗരം ചുറ്റാൻ കാറിനേക്കാൾ സൗകര്യപ്രദം ബൈക്കാണല്ലോ. ബൈക്കിന് പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ ആദ്യമൊക്കെ അവൾക്ക് വലിയ ഭയമായിരുന്നു. പിന്നെ പിന്നെ ധൈര്യമായി. സുന്ദരിക്ക് വേണ്ടി ദിലു തങ്ങളുടെ സൂട്ടിനുള്ളിലെ വാർഡ്രോബ് നിറയെ പുതിയ തരം കുപ്പായങ്ങൾ വാങ്ങിവെച്ചു. ആഭരണപ്പെട്ടി നിറയെ സ്വർണത്തിലും വെള്ളിയിലും തീർത്ത പലതരം ആഭരണങ്ങൾ. ഇപ്പോൾ സുന്ദരിയെ കണ്ടാൽ അവൾ ശ്രാവണപുരിയിലെ വിൽപ്പനക്കാരിയായിരുന്നെന്ന് ആരും വിശ്വസിക്കില്ല. ദിലുവിന് ചേർന്ന പരിഷ്കാരി പെൺകുട്ടി. ഏതോ വലിയ കുടുംബത്തിൽ പിറന്നവളാണെന്ന് തോന്നും. ശ്രാവണപുരിയേക്കാൾ സുരക്ഷിതമാണ് വൃന്ദാവനമെന്ന് സുന്ദരിക്ക് തോന്നി. ദിലു പുറത്തു പോകുമ്പോൾ സൂട്ടിനുള്ളിൽ തനിച്ചിരിക്കാൻ സുന്ദരിക്ക് ഭയം തോന്നിയില്ല. ദിലു തൻ്റെ ഏറ്റവും വലിയ മോഹമായ മ്യൂസിക് ട്രൂപ്പ് സംഘടിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു. വെറും ഒരു ഗാനമേള ട്രൂപ്പായിരുന്നില്ല അവൻ്റെ സങ്കല്പം. ഭാരതത്തിലെ വിവിധ ഭാഷകളിൽ നിന്നുള്ള ശാസ്ത്രീയ ഗീതങ്ങളും ലളിതഗാനങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സവിശേഷ പരിപാടി. കർണാട്ടിക്കും അഷ്ടപതിയും ഗസലും എല്ലാം ഒരു വേദിയിൽ അവതരിപ്പിക്കുക. ദക്ഷിണേന്ത്യനും ഉത്തരേന്ത്യനുമായ സംഗീത ശാഖകൾ കൈകാര്യം ചെയ്യാൻ മിടുക്കരായ 4-5 ഗായകരെ കണ്ടുപിടിച്ചു. ഏതൊക്കെയോ ട്രൂപ്പുകളിൽ പാടിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു അവർ. കൂടുതൽ പ്രതിഫലം ഓഫർ ചെയ്താണ് ദിലു അവരെ കസ്റ്റഡിയിലെടുത്തത്. ഹോട്ടൽ മുരളീവരത്തിൻ്റെ ഏറ്റവും മുകൾ നിലയുള്ള ഹാളാണ് ട്രൂപ്പിൻ്റെ പരിശീലനക്കാരിയായത്. ഗായകർക്കും പശ്ചാത്തല സംഗീത വിദഗ്ധർക്കും താമസിക്കാൻ AC മുറികൾ, സുഖമായ ഭക്ഷണം, പരിശീലനകാലത്തും ആകർഷകമായ ശമ്പളം, രാവും പകലും ഒരുപോലെ തകർപ്പൻ റിഹേഴ്സൽ. മുരളീവരത്തിൻ്റെ മാനേജർ ഗോകുൽദാസിന് അമ്പരപ്പ്. മ്യൂസിക് ട്രൂപ്പ് റിഹേഴ്സലിന് ഉപയോഗിക്കുന്ന ഹാൾ വൃന്ദാവന നഗരത്തിലെ എല്ലാ വൻ ഹോട്ടലുകളിലെയും ഹാളുകളെ അതിശയിപ്പിക്കുന്ന വലിപ്പവും സൗകര്യവും സവിശേഷതകളും ഉള്ള ഒന്നായിരുന്നു. വൃന്ദാവനത്തിൽ നടക്കുന്ന എല്ലാ പ്രധാന ചടങ്ങുകൾക്കും യോഗങ്ങൾക്കും പരിപാടികൾക്കും വേദിയാകാറുള്ളത് ആ ഹാളായിരുന്നു. വനമാലി. മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഹാൾ വാടകയ്ക്ക് നൽകൂ, അതും മുന്തിയ നിരക്കിൽ. എന്നാൽ മ്യൂസിക് ട്രൂപ്പ് റിഹേഴ്സൽ ആരംഭിച്ചതോടെ ഹാളിൽ നിന്നുള്ള വരുമാനം നിലച്ചു. കൂടാതെ ട്രൂപ്പ് അംഗങ്ങളുടെ താമസത്തിനും ഭക്ഷണത്തിനും ഭീമമായ ചിലവും വന്നിരുന്നു. മുതലാളി ഇതിന് അനുകൂലമായിരിക്കില്ലെന്ന് ഗോകുൽദാസിന് തീർച്ചയുണ്ടായിരുന്നു. എങ്ങനെയാണ് പുതിയ MDയെ ഉപദേശിക്കുക? അയാൾ ധർമ്മസങ്കടത്തിലായി. അനക്സിൻ്റെ പണിയുടെ ചുമതല വഹിക്കാനാണ് ദിലുമോനെ മുതലാളി ഇവിടെ എത്തിച്ചത്. എന്നാൽ കക്ഷിക്ക് ആ ജോലിയിൽ അല്പം പോലും താല്പര്യമോ ശ്രദ്ധയോ ഇല്ല. എഞ്ചിനീയർമാരും സൂപ്പർവൈസർമാരും അവർക്ക് തോന്നുന്ന പോലെ പണി തീർക്കുന്നു. ധനത്തോടുള്ള ആർത്തിവരുത്ത് ചിലർ കണക്കില്ലാതെ വാരിക്കൂട്ടുന്നു. അവരുടെ അനന്തരാവകാശികൾ അത് ഭ്രാന്തവേഗത്തിൽ ദൂർത്തടിക്കുന്നു. എന്നാലും ഈ അവസ്ഥ മുതലാളി അറിയുമ്പോൾ ആദ്യം കുറ്റപ്പെടുത്തുക തന്നെയായിരിക്കും. മടിച്ചാണെങ്കിലും അന്ന് തന്നെ ഗോകുൽദാസ് വിവരം ടെലിഫോണിലൂടെ മോഹനവർമ്മയെ അറിയിച്ചു. സാരമില്ല, തികച്ചു ശാന്തമായിരുന്നു മോഹനവർമ്മയുടെ മറുപടി. മോഹനവർമ്മയ്ക്ക് ഗോകുൽദാസിനെ അറിയാം. നേർബുദ്ധിയാണ്, ഏറെക്കുറെ നല്ലവനും. സുബ്രഹ്മണ്യത്തോട് സംസാരിക്കുന്ന പോലെ ഇയാളുടെ അടുത്ത് ഹൃദയം തുറക്കാൻ പറ്റില്ല. ആൾ പതറിപ്പോകും. അവൻ കുട്ടിയല്ലേ, കുറച്ച് പണം പോയാൽ പോകട്ടെ. ഞാൻ ഉണ്ടാക്കുന്നതല്ല അവന് വേണ്ടിയിട്ടല്ലേ. കുറേ കാലത്തേക്ക് ആ ഹാൾ വാടകയ്ക്ക് കൊടുക്കണ്ട. ദിലുവിൻ്റെ ആവശ്യങ്ങൾ നടക്കട്ടെ. ഗോകുൽദാസിന് അത്ഭുതമായിരുന്നു. സമ്പന്നരിൽ സമ്പന്നനാണെങ്കിലും മോഹനവർമ്മ ഒരു ഒന്നാം തരം പിശുക്കനാണ്. ചെറിയ നഷ്ടം പോലും സഹിക്കാൻ തയ്യാറല്ലാത്തവൻ. ചില്ലറ നാണയങ്ങൾ പോലും ധർമ്മം കൊടുക്കാൻ മടിക്കുന്നവൻ. കിട്ടണമെന്നല്ലാതെ കൊടുക്കണമെന്ന തെല്ലും ചിന്തയില്ലാത്ത മനുഷ്യൻ. അങ്ങനെയുള്ള അദ്ദേഹത്തിന് മകൻ്റെ ഈ ദൂർത്ത് സഹിക്കാൻ കഴിയുന്നെന്നോ? ഇല്ല, ഇതിലെന്തോ കളിയുണ്ട്. ഗോകുൽദാസിന് തീർച്ചയായി. ദിലുവിൻ്റെ മ്യൂസിക് ട്രൂപ്പ് അരങ്ങേറ്റത്തിന് സജ്ജമായി. ഭാരതീയ എന്നായിരുന്നു ട്രൂപ്പിൻ്റെ പേര്. തുടക്കം ഒരു അഷ്ടപതി ഗീതത്തോടെയാണ്. ദിലുവും സുന്ദരിയും ചേർന്നാണ് അത് ആലപിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവിസ്മരണീയമായി ആ പദം തന്നെ. അനില തരള കവലയ നയനേന. തുടർന്ന് മലയാളം മുതൽ കാശ്മീരം വരെ രംഗത്ത് വിരിയുകയാണ്. ഏറ്റവും ഒടുവിൽ ഫ്രം വെസ്റ്റ് എന്ന ഒരിനമുണ്ട്. വിവിധ ഘട്ടങ്ങളിലായി പാശ്ചാത്യ സംഗീത ശാഖയിൽ തരംഗങ്ങൾ സൃഷ്ടിച്ച ഗീത ശൈലികളുടെ അവതരണമാണ് അത്. ആദ്യ പ്രോഗ്രാം മുരളീവരത്തിലെ വനമാലി ഹാളിൽ തന്നെയായിരുന്നു. ട്രൂപ്പ് പരിശീലനം നടത്തിയ അതേ ഹാളിൽ ക്ഷണിക്കപ്പെട്ടവരുടെ ഒരു വൻ സദസ്സ്.
സംഗീതാസ്വാദകരുടെ ആ വൻ സദസ്സിനെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയും കോരിത്തരിപ്പിക്കുകയും ചെയ്തു ഭാരതീയയുടെ പരിപാടി. വിവിധ ഭാഷകളിലെ ഗീതങ്ങൾ അവതരിപ്പിച്ച ഗായകർ അതത് ഭാഷക്കാരുടെ പാരമ്പര്യ വേഷങ്ങൾ തന്നെയാണ് അണിഞ്ഞിരുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണ് ഭാരതീയരുടെ സംഘടകരെന്ന് തിരിച്ചറിയാൻ ആസ്വാദകർക്ക് കഴിയാതെ പോയി. ആദ്യ പ്രോഗ്രാമിനെ തിരശ്ശീല വീണപ്പോൾ തന്നെ ഭാരതീയയ്ക്ക് നിരവധി ബുക്കിങ്ങുകൾ ലഭിച്ചു. ദിലുവിനും സുന്ദരിക്ക് നിറഞ്ഞ സന്തോഷമായി. അന്ന് രാത്രിയിൽ ഉറങ്ങും മുമ്പേ ദിലുവിന് അച്ഛൻ്റെ കാൾ ലഭിച്ചു. ട്രൂപ്പ് സംഘടിപ്പിച്ചതും അരങ്ങേറിയതുമൊന്നും നീ എന്നെ അറിയിച്ചില്ലെങ്കിലും ഞാനെല്ലാം പറഞ്ഞു. ആദ്യ പ്രോഗ്രാം തന്നെ വൻ വിജയമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുന്നില്ല മോനെ. അച്ഛന് സന്തോഷമായി. അച്ഛന് യഥാർത്ഥമായും സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ആഗ്രഹിച്ച വഴിയിലൂടെയല്ല നീ പോയതെങ്കിലും നീ പോയ വഴി പിശകിയില്ലോ എന്ന സന്തോഷം. എൻ്റെ ആശീർവാദങ്ങൾ. അച്ഛൻ്റെ ആശീർവാദത്തിന് ഈശ്വരാനുഗ്രഹത്തോടൊപ്പം ഞാൻ വില കൽപ്പിക്കുന്നു. ശരി, പ്രോഗ്രാം കഴിഞ്ഞ് നീ നന്നേ ക്ഷീണിച്ചിരിക്കാവുമല്ലോ. വേഗം ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. മോഹൻവർമ്മ ഫോൺ വെച്ചു. കേട്ടോ സുന്ദു, അച്ഛൻ എന്നെ വിളിച്ച് അഭിനന്ദിച്ചിരിക്കുന്നു. ദിലു സുന്ദരിയെ അറിയിച്ചു. സുന്ദരിക്ക് ആഹ്ലാദമായി. ഞാൻ പറഞ്ഞില്ലേ ഇതില്ല, അച്ഛൻ്റെ മനസ്സ് മാറുമെന്ന്. നോക്കിക്കോളൂ, നമ്മുടെ ബന്ധം അറിഞ്ഞാലും അച്ഛൻ ഇങ്ങനെ തന്നെയായിരിക്കും. ആദ്യം എതിർത്താലും ഒടുവിൽ നമ്മളെ ആശീർവദിക്കും. എന്തോ എനിക്ക് എൻ്റെ അച്ഛനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അച്ഛൻ ഒരു ഭയങ്കരനാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾ. സ്വന്തം ഇഷ്ടത്തിന് മാത്രമേ അദ്ദേഹം വില കൽപ്പിക്കാറുള്ളൂ. അച്ഛൻ്റെ ഓരോ സംസാരത്തിനും പെരുമാറ്റത്തിനും രണ്ട് അർത്ഥങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അച്ഛൻ ചിരിക്കുമ്പോൾ ആ മുഖത്ത് ചിരി കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാം ദിലുവിൻ്റെ സംശയങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാനും ആശിക്കുന്നു. ഏതാണ്ട് 2 ആഴ്ച കാലത്തേക്ക് ദിലുവിനും സുന്ദരിക്കും ട്രൂപ്പ് അംഗങ്ങൾക്കും വിശ്രമിക്കാൻ കഴിഞ്ഞു. എന്നാൽ പിന്നീട് തിരക്കിൻ്റെ ദിവസങ്ങളായിരുന്നു. ദിവസേന എന്നോണം പ്രോഗ്രാമുകൾ ഇന്ത്യയിലുടനീളം. പ്രോഗ്രാമുകളും യാത്രകളും തന്നെ. വൃന്ദാവനത്തിൽ അവർ ഉണ്ടാവുക വല്ലപ്പോഴുമായി. അതിനിടയിലാണ് മോഹൻവർമ്മ വൃന്ദാവനത്തിലെത്തിയത്. മാനേജറിൽ നിന്നും ജോലിക്കാരിൽ നിന്നും മകൻ്റെ പുതിയ ജീവിതം വ്യക്തമായി മനസ്സിലാക്കി. മോഹൻവർമ്മയോടൊപ്പം ശ്രാവണഗിരിയിലെ മാനേജറായ സുബ്രഹ്മണ്യവും ഉണ്ടായിരുന്നു. എനിക്കറിയാം അവൻ ഒരിക്കലും ഞാൻ നയിക്കുന്ന വഴിയെ പോകില്ലെന്ന്. കുട്ടിക്കാലം തൊട്ടേ അവൻ എന്നെ ധിക്കരിച്ചിട്ടേയുള്ളൂ. എന്ന് വെച്ച് എനിക്ക് അവനെ ഉപേക്ഷിക്കാനാവില്ല. എനിക്ക് വേറെ മക്കളില്ലല്ലോ. അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? സുബ്രഹ്മണ്യം ആരാഞ്ഞു. എൻ്റെ മകനെ ഞാൻ അവൻ്റെ ഇഷ്ടത്തിന് വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന്. മ്യൂസിക് ട്രൂപ്പ് കൊണ്ട് പണവും പേരും ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ പിന്നെന്താ കുഴപ്പം? മ്യൂസിക് ട്രൂപ്പല്ല എൻ്റെ ശത്രു, അതുമായി ബന്ധപ്പെട്ട പെണ്ണുങ്ങളാണ്. അവന് ഏതെങ്കിലും പാട്ടുകാരി പെണ്ണിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. സംഗീതത്തോടുള്ള ബ്രഹ്മം മൂലമാണ് അവൻ ആ സുന്ദരി എന്ന പെണ്ണിൻ്റെ വലയിൽ ചെന്ന് ചാടിയത്. എന്തൊക്കെ ചെയ്താലും അവൻ അവളെ വിടില്ല എന്ന മട്ടായിരിക്കുന്നു. ഒന്ന് ഉപദേശിച്ചാലോ? ഉപദേശിച്ചാൽ അനുസരിക്കില്ലെന്ന് മാത്രമല്ല, അവൻ്റെ ആഗ്രഹത്തിന് ഞാൻ എതിരാണെന്ന് അവന് തീർച്ചയാവുകയും ചെയ്യും. അതോടെ അവൻ എന്നെ ഒളിക്കാനും ഭയക്കാനും തുടങ്ങും. പിന്നീട് നമ്മുടെ സൂത്രങ്ങളൊന്നും അവൻ്റെ അടുത്ത് വില പോവുകയുമില്ല. ഏതു നേരവും അവൻ കരുതിയേയിരിക്കും. ഏറ്റവും വലിയ പ്രശ്നം ആ പെണ്ണുമായുള്ള അവൻ്റെ ഇടപാട് മഹേഷ് വർമ്മയിൽ നിന്ന് ഒളിച്ചു പിടിക്കുക എന്നതാണ്. വല്ലതും അയാളുടെ ചെവിയിലെത്തിയാൽ വന്ദനയുമായുള്ള എൻഗേജ്മെൻറ്റ് ആ നിമിഷം കട്ടാവും. എന്നെപ്പോലെ തീ കൊണ്ട് കളിക്കുന്ന ഒരാൾക്ക് മഹേഷ് വർമ്മയെ പോലൊരു പോലീസ് മേധാവിയുടെ ബന്ധുത അത്യാവശ്യമാണ്. എങ്കിൽ പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ ആ മാർഗം സ്വീകരിക്കുകയേ രക്ഷയുള്ളൂ. എന്താ അത്? മംഗളാദേവിയെ കാണുക. മംഗളാദേവി വൃന്ദാവനത്തിലെ കുപ്രസിദ്ധമായ വേശ്യാലയത്തിൻ്റെ ഉടമയാണ്. ചുവന്നു തൊടുത്ത മതാലസയായ മധ്യവയസ്ക. എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറേ ഭയങ്കരന്മാർ മംഗളാദേവിയുടെ പരിചാരകരായിട്ടുണ്ട്. അവരാണ് മംഗളാദേവിയുടെ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന വലിയ ബംഗ്ലാവ് സംരക്ഷിക്കുന്നത്. പോലീസ് അവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. വ്യഭിചാരം കൂടാതെ വേറെയും ചില കറുത്ത വ്യാപാരങ്ങളിൽ അവർ പങ്കാളിയാണ്. അങ്ങനെയാണ് അവർ മോഹൻവർമ്മയുടെ വിശ്വസ്ത സുഹൃത്തായത്. പ്രായത്തിന് ചേരാത്ത കടുത്ത മേക്കപ്പോടെ പട്ടിൽ പൊതിഞ്ഞ ആ സ്ത്രീ രൂപം മോഹൻവർമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് മിസ്റ്റർ മോഹൻവർമ്മ? ഒരു മുന്നറിയിപ്പും കൂടാതെ പീഡ ചവച്ചുകൊണ്ടാണ് ചോദ്യം. ദേവിയുടെ അടുത്ത് വരാൻ ഞാൻ മുന്നറിയിപ്പ് തരേണ്ട ആവശ്യമുണ്ടോ? ആ മറുചോദ്യം മംഗളാദേവിയെ നന്നായി സുഖിപ്പിച്ചു. വേണ്ട, വർമ്മയ്ക്ക് ഏത് നേരം ഇവിടെ വരാം. ഒരു സഹായം തേടിയാണ് ഞാൻ വന്നത്. പറയുകയല്ലേ വേണ്ടൂ. ആവുന്ന എന്ത് സഹായത്തിനും തയ്യാർ. ഒരു പെണ്ണ് എൻ്റെ മാനത്തിനും സമാധാനത്തിനും തടസ്സമായിരിക്കുന്നു. ആരാണവൾ? ഒരു കിളിന്ത് പെണ്ണ്. അതിസുന്ദരിയാണ്. അതിമനോഹരമായി പാടുകയും ചെയ്യും. എന്തേ, അവൾ മകനെ കറക്കിയെടുത്തുവോ? ദേവി അത്ര കൃത്യമായി ഊഹിച്ചു. സാരമില്ല, ഞാൻ സഹായിക്കാം. മംഗളാദേവിയുടെ വെളുത്തു തുടുത്ത കൈത്തലം മോഹൻവർമ്മയുടെ കൈത്തലത്തിൽ അമർന്നു. കഥ തുടരും.